മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ, നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ ചാപ്റ്ററുകൾ ചെയ്ത പോലെ ആദ്യം ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്ത് തരും. അതിനുശേഷം ഈ ചാപ്റ്ററിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഓൾറെഡി ഈ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഷോട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പാർട്ട് ബൈ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ കാര്യങ്ങൾ വളരെ വിശദമായി പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു റിവിഷൻ ഭാഗമാണ്. അതായത് ഇവിടെ നമ്മൾ ഒരിക്കലും അതിൻ്റെ എക്സ്പ്ലനേഷനിലോട്ടല്ല പോകുന്നത്. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെ ഈ ഭാഗം ഓർത്ത് വയ്ക്കണം എന്നതിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് ആദ്യമേ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യം വരുന്നത് സിമ്പിൾ മെഷീനുകളെ പറ്റിയാണ്. അപ്പോൾ സിമ്പിൾ മെഷീൻ എന്താണെന്ന് നിങ്ങളത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് എന്താണ്, നമ്മൾ മനുഷ്യന്മാരുടെ എക്സേർഷൻ അല്ലെ, എന്താണ് എക്സേർഷൻ, അല്ലെങ്കിൽ നമ്മുടെ അധ്വാനത്തെ കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് സിമ്പിൾ മെഷീനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ മെഷീൻ്റെ ഡെഫിനേഷൻ അതാണ്. ദ സിമ്പിൾ മെഷീൻസ് ആർ മെഷീൻസ് ദാറ്റ് മേക്ക് അവർ എക്സേർഷൻ സിമ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സേർഷൻ ഈസിയർ എന്ന് പറയുന്നതാണ് സിമ്പിൾ മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനേഷനായി ചോദിച്ചാൽ ഇങ്ങനെ ഒരു ഉത്തരം പറയാൻ പറ്റും. അടുത്ത് ചോദിക്കും, എങ്ങനെയാണ് സിമ്പിൾ മെഷീൻ നമ്മുടെ എക്സേർഷനെ കുറയ്ക്കുന്നത്? അപ്പോൾ സിമ്പിൾ മെഷീൻ നമ്മുടെ എക്സേർഷനെ കുറയ്ക്കുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ ചെയ്യേണ്ട ജോലി എന്തോ ആയിക്കോട്ടെ, ആ പറയുന്ന ജോലിയുടെ എന്തിനെ കുറയ്ക്കും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറയ്ക്കും. അതായത് നമ്മൾ അധ്വാനത്തിൻ്റെ അളവിനെ, മാഗ്നിറ്റ്യൂഡിനെ കുറയ്ക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനെ ചേഞ്ച് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസിയാക്കി തരും. അല്ലെങ്കിൽ ഒരേ സമയം നമ്മളുടെ കൊടുക്കേണ്ട വർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, ഡയറക്ഷനെയും ചേഞ്ച് ചെയ്ത് നമ്മുടെ ജോലി ഈസി ആക്കി തരുന്ന ഒരു ഉപകരണമാണ് സിമ്പിൾ മെഷീൻസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ അടുത്ത് അഡ്വാൻറ്റേജ് ഓഫ് സിമ്പിൾ മെഷീൻ എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയേണ്ട ഉത്തരം ഇതാണ്. അതായത് ഇറ്റ് ചേഞ്ച് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇഫക്റ്റ് ഓഫ് ഫോഴ്സ്. ഇറ്റ് ചേഞ്ചസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇഫക്റ്റ് ഓഫ് ഫോഴ്സ്. നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സിൻ്റെ ഇഫക്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറയ്ക്കുന്നു. വർക്ക് കുറയ്ക്കുക എന്നല്ല അർത്ഥം. അതിൻ്റെ ഡയറക്ഷനെ കുറയ്ക്കുന്നു, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒരുമിച്ച് കുറയ്ക്കുന്ന അവസ്ഥയും ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ പറയുന്ന പുള്ളി എന്ന് പറയുന്ന സാധനം, നമ്മുടെ കപ്പി എന്നൊക്കെ ഞങ്ങൾ നാട്ടിൽ പറയുന്ന പുള്ളി എന്ന് പറയുന്ന സാധനം, കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ ഉപയോഗിക്കുന്നത്, ഇത് ഡയറക്ഷനെ ചേഞ്ച് ചെയ്താണ് നമ്മളുടെ എക്സേർഷനെ കുറച്ച് തരുന്നത്. നേരെ മറിച്ച് ഒരു ക്രോ ബാർ എന്ന് പറയുന്ന സാധനം, നമ്മൾ ഈ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന വസ്തുക്കളൊക്കെ ഉയർത്താൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനം ഉണ്ടല്ലോ, ക്രോ ബാർ. ഇപ്പോൾ ക്രോ ബാർ ആണെങ്കിൽ അത് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫക്റ്റ് ഓഫ് ഫോഴ്സിനാണ് കുറച്ച് തരുന്നത്. ഇനി നമ്മുടെ ഈ പറയുന്ന നമ്മുടെ മൂവിങ് പുള്ളിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ ഒരേ സമയം രണ്ട് കാര്യം നടക്കുന്നുണ്ട്. ദിശയെയും ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ഷനെയും ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിൾ മെഷീൻ വർക്ക് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇവിടുന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതുമല്ലോ, എന്താണ് സിമ്പിൾ മെഷീൻ, നമ്മുടെ എക്സേർഷനെ കുറയ്ക്കുന്ന സാധനം. സിമ്പിൾ മെഷീൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, അത് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇഫക്റ്റ് ഓഫ് ഫോഴ്സിനെ കുറയ്ക്കും, ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സിനെ ചേഞ്ച് ചെയ്ത് നമ്മുടെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ രണ്ടിനെയും ഒരുമിച്ച് ചേഞ്ച് ചെയ്യും. അങ്ങനെ മൊത്തം 6 സിമ്പിൾ മെഷീനുകളെ പറ്റിയാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ സിമ്പിൾ മെഷീനുകളെ പറ്റി പറയുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അടുത്ത് പറയേണ്ടത്, നമ്മൾ കൊടുക്കുന്ന ജോലിയും മെഷീൻ ചെയ്യുന്ന ജോലിയും, അതായത് എഫേർട്ടും ലോഡും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു ചോദ്യം വരുമ്പോഴത്തേക്ക് എഫേർട്ട് ഏതാണ്, ലോഡ് ഏതാണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ എത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മൾ കൊടുക്കുന്നത് എഫേർട്ട്, മെഷീൻ ചെയ്യുന്നത് ലോഡ്. നമ്മൾ കൊടുക്കുന്നത് എഫേർട്ട്, മെഷീൻ ചെയ്യുന്നത് ലോഡ്. അതായത് ഇപ്പോൾ നമ്മളൊരു സിമ്പിൾ മെഷീൻ ആയിട്ടുള്ള ഒരു ലിവർ എടുത്തു. അപ്പോൾ ലിവറിൽ നമ്മൾ കൊടുക്കുന്ന ബലം എന്ന് പറയുന്നത് എപ്പോഴും എഫേർട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് എഫേർട്ട്. മെഷീൻ ഇപ്പോൾ ഒരു വെയിറ്റിനെ പൊക്കാനായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ മെഷീനിന് കൊടുക്കുന്ന, അല്ലെങ്കിൽ മെഷീൻ ചെയ്യേണ്ട ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ഫോഴ്സ് വി അപ്ലൈ, നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എഫേർട്ട്. ദ സിമ്പിൾ മെഷീന് ചെയ്യേണ്ട വർക്ക് എന്താണോ, അല്ലെങ്കിൽ ലോഡ് എന്താണോ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലോഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എഫേർട്ടും ലോഡും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എഫേർട്ട് എടുത്താലേ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുന്നത് എഫേർട്ട്. നിങ്ങളുടെ ടീച്ചേഴ്സ് പറയാറില്ല, എടാ നിങ്ങൾ എഫേർട്ട് എടുത്ത് പഠിക്കണം, നിങ്ങൾക്ക് വേണ്ടി പഠിക്കണം. അപ്പോൾ നിങ്ങളാണ് എപ്പോഴും എഫേർട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യരാണ് എടുക്കേണ്ടത് എഫേർട്ട്. അപ്പോൾ ഒരു ചോദ്യം തന്നാലും അതിൽ നമ്മൾ കൊടുക്കുന്നത് എന്ന രീതിയിൽ എന്തെങ്കിലും സെൻറ്റൻസ് ഉണ്ടെങ്കിൽ ആ തന്നിട്ടുള്ളതായിരിക്കും എഫേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, മെഷീൻ ചെയ്യേണ്ടതാണ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ മെഷീൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളുടെ ലോഡിനെ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട എഫേർട്ടിനെ കുറച്ച് ലോഡിന് ലിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു സിമ്പിൾ മെഷീൻ്റെ എത്രത്തോളം നമ്മുടെ ജോലി ഈസി ആക്കുന്നു എന്നത് മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഏതെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ്. ഇത് നന്നായിട്ട് മനസ്സിലാക്കി കഴിയുക. കാരണം നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എപ്പോഴും ആവശ്യമായിട്ട് വരും. സംഭവം സിമ്പിളാണ്. എന്താ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതൊരു റേഷ്യോയാണ്. ഇതെന്താണ്, ഒരു റേഷ്യോ ആണ്.
ആരൊക്കെ തമ്മിലുള്ള റേഷ്യോ? ലോഡ് ബൈ എഫേർട്ട് റേഷ്യോ. ലോഡ് ബൈ എഫേർട്ടിൻ്റെ റേഷ്യോയെ വിളിക്കുന്ന പേരാണ് എന്ത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയും. അതായത് ലോഡ് നമ്മൾ താരതമ്യം ചെയ്യുന്നു നമ്മൾ കൊടുക്കുന്ന എഫേർട്ടുമായിട്ട്. അതാണ് റേഷ്യോ എന്ന് പറയും. അപ്പോൾ റേഷ്യോ ആയതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇറ്റ് ഹാസ് നോ യൂണിറ്റ്. ഈ പറയുന്ന മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. കാരണം മുകളിലും താഴെയുള്ളത് ഫോഴ്സ് തന്നെയാണ്. സോ നോ യൂണിറ്റ് ആണ്. അപ്പോൾ എന്താണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലോഡ് ടു എഫേർട്ട്. ലോഡും എഫേർട്ടും തമ്മിലുള്ള റേഷ്യോ ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ഈ റേഷ്യോയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 രീതിയിലാകാം. ഒന്ന്, ഇത് ഗ്രേറ്റർ ദാൻ 1 ആകാം, ഈക്വൽ ടു 1 ആകാം, ലെസ് ദാൻ 1 ആകാം. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ വാല്യൂ എന്തൊക്കെയാകാം? ഗ്രേറ്റർ ദാൻ 1 ആകാം, ഈക്വൽ ടു 1 ആകാം, ലെസ് ദാൻ 1 ആകാം. ഇനി സംഭവം നോക്കാം. എപ്പോഴാണ് ഇത് ഗ്രേറ്റർ ദാൻ 1 ആകുന്നത്? ഗ്രേറ്റർ ദാൻ 1 ആകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാര്യമാണ്. അതായത് മെഷീൻ വലിയൊരു ലോഡ് എടുക്കും, പക്ഷേ നമുക്കവിടെ കൊടുക്കേണ്ട എഫേർട്ട് എന്ന് പറയുന്നത് കുറവാണെങ്കിൽ അവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. നമുക്ക് ഏറ്റവും നല്ലതും ഏതാണ്? ഗ്രേറ്റർ ദാൻ 1 മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ലോഡ് കൂടുതലായിരിക്കും, നമ്മൾ കൊടുക്കേണ്ട എഫേർട്ട് കുറവായിരിക്കും. എന്നാൽ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ മെഷീൻ എടുക്കുന്ന ലോഡും നമ്മൾ കൊടുക്കുന്ന എഫേർട്ടും തുല്യമായിട്ടാണ് മാറുന്നതെങ്കിൽ അതിനവിടെ അല്ലെങ്കിൽ അവിടുത്തെ കേസിൽ നമ്മുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി ലോഡ് എന്ന് പറയുന്നത് കുറവും പക്ഷേ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് കൂടുതലുമാകുന്ന ഒരു സാഹചര്യം വന്നാൽ അവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്താണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? അതൊരു റേഷ്യോയാണ്. ലോഡ് ബൈ എഫേർട്ട് റേഷ്യോ. ലോഡ് ബൈ എഫേർട്ട് റേഷ്യോയെ വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോഡ് ബൈ എഫേർട്ട് റേഷ്യോ നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അതിനെന്തില്ല? യൂണിറ്റ് ഇല്ല. അപ്പോൾ ഈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എത്രയൊക്കെ ആകാം? ഒന്നിനേക്കാളും വലുതാകാം, ഒന്നിന് തുല്യമാകാം, ഒന്നിനേക്കാളും ചെറുതാകാം. അപ്പോൾ നിങ്ങൾ അതിനെ ആലോചിച്ചാൽ മതി. ന്യൂമറേറ്റർ വലുതാകുന്നു, അതായത് ലോഡ് വലുതാകുന്നു എങ്കിൽ ഗ്രേറ്റർ ദാൻ 1. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആകുന്നു, ഈക്വൽ ടു 1. ഡിനോമിനേറ്റർ വലുതും ന്യൂമറേറ്റർ ചെറുതും ആകുന്നു, ലെസ് ദാൻ 1. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് കുറവും എന്നാൽ മെഷീൻ നന്നായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അല്ലെ ഗുണം, മെക്കാനിക്കലി അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് അർത്ഥം. ഗ്രേറ്റർ ദാൻ 1. മെക്കാനിക്കലി പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നുമില്ല, പക്ഷെ ദിശ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതെന്താവും? ഈക്വൽ ടു 1 ആകും. ഇനിയില്ല, ചില സമയങ്ങളിൽ നമുക്ക് കൊടുക്കുന്ന ലോഡിലല്ല കാര്യം, അത് കൊടുക്കുന്ന സ്പീഡിലും അതുപോലെ തന്നെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒന്നിന് താഴെ മതി, പക്ഷെ നമ്മൾ ഉദ്ദേശത്തോടെ വേറെ ആയിരിക്കും. അങ്ങനത്തെ കേസിൽ ലോഡ് കുറവായിരിക്കും, എഫേർട്ട് കൂടുതലായിരിക്കും. എന്ന് വെച്ചതൊരു മോശം അവസ്ഥയെന്നല്ല, അതിനും അതിൻ്റെതായ ആവശ്യമുണ്ട്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്തതിലോട്ട് പോവാം. ഒന്നാമത്തെ സിമ്പിൾ മെഷീൻ, അതിൻ്റെ പേരാണ് ലിവർ. ലിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, റിജിഡ് ആയിട്ടുള്ള ഒരു റോഡ്. അതായത് ഒരു ബലം കൊടുക്കുമ്പോൾ വളഞ്ഞു പോകരുത്. ഒരു ബലം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യരുത്? വളഞ്ഞ് പോകരുത്. അപ്പോൾ ഒരു ബലം കൊടുക്കുമ്പോൾ വളഞ്ഞു പോകാത്ത റിജിഡ് ആയിട്ടുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ റിജിഡ് ആയിട്ടുള്ള റോഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലിവർ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെയുള്ള വെയിറ്റുള്ള വസ്തുക്കളെ നമുക്ക് ഉയർത്താനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ലിവർ കുത്തിവെക്കാൻ ഒരു പോയിന്റ് വേണ്ടേ? ആ കോമൺ പോയിന്റിനെയാണ് നമ്മൾ ഫൽക്രം എന്ന് വിളിക്കുന്നത്. കോമൺ പോയിന്റ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഫിക്സഡ് പോയിന്റ് എന്ന് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ കോമൺ പോയിന്റ് അല്ലെങ്കിൽ ഫിക്സഡ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫൽക്രം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫൽക്രം. അപ്പോൾ ഒരു ലിവറിനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാകും? ഒരു വശത്ത് ലോഡ് ഉണ്ടാകും, മറ്റൊരു വശത്ത് എഫേർട്ട് ഉണ്ടാകും, അതിനിടയിൽ എവിടെയെങ്കിലും ഒരു ഫൽക്രം കാണും. അത് നടുക്ക് തന്നെ വേണമെന്നൊന്നുമില്ല, പക്ഷേ കാണും. അപ്പോൾ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, ഞാൻ എന്തിനാണ് ഈ 2 കാര്യവും പറഞ്ഞേക്കുന്നത്? സംഭവം ഇത്രയേ ഉള്ളൂ. ലിവറുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വം അല്ലെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. എന്താണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി? എന്താണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലിവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഇതാ ഇവിടെ ഇങ്ങനത്തെ ഒരു കേസ് കണ്ടോ. ഇവിടെ ലോജിക്ക് ഉപയോഗിക്കുക. ഇത് മിന്നൽ മുരളി സിനിമയ്ക്കകത്തുള്ളൊരു സീനാണ്. ബസ് കൊക്കയിലോട്ട് മറിയാൻ നിൽക്കുക. അപ്പോൾ നിങ്ങൾ അതിനൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊരു റിഡ്ജ് അഥവാ കൊക്ക. സോ ബസ് തുല്യമായിട്ട് കറക്റ്റ് നടുക്കാണ് നിൽക്കുന്നത്. ബസ്സിൽ പ്രത്യേകിച്ച് പാസഞ്ചേഴ്സ് ഒന്നുമില്ല, അല്ലെങ്കിൽ പാസഞ്ചേഴ്സ് തുല്യമായിട്ട് എല്ലായിടത്തും ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ ബസ് ചിലപ്പോൾ മറിയാതെ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നിന്നു എന്ന് നമുക്ക് പറയാം. നേരെ മറിച്ച് ഈ പറയുന്ന ബസ് കുറച്ചധികം എന്ത് ചെയ്യുന്നു? പുറത്തോട്ടാണ് നിൽക്കുന്നതെങ്കിൽ ബൈ ലോജിക് നിങ്ങൾക്കറിയാം
എന്ത് പറ്റും? നമ്മൾ ഈ ഇരിക്കുന്ന പാസഞ്ചേഴ്സ് മൊത്തം ഈ സ്ഥലത്തോട്ട് വന്ന് നിന്നാൽ മാത്രമേ ബസ് മറിഞ്ഞു പോകാതെ ഇവിടെ നിൽക്കുള്ളൂ അല്ലേ. ഇവിടെ ഈ ഒരു കുട്ടി മാത്രമേ ഇവിടെ നിൽക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും എങ്ങോട്ടാണ് നിൽക്കുന്നത്? പിറകിലോട്ടാണ് നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ മിന്നൽ മുരളി വന്ന് ബസ്സിനെ വലിച്ചു കയറ്റുന്നത് അല്ലേ. അപ്പോൾ എന്താ സംഭവം? ഇവിടെ നമ്മുടെ ഈ പറയുന്ന മൊത്തം ബസ് നോർമൽ കേസിൽ ഇത്രയും ഭാഗം പുറത്തോട്ട് നിൽക്കുന്ന ബസ് താഴേക്ക് വീഴേണ്ടതാണ്. പക്ഷെ അത് വീഴാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതിലുള്ള ആൾക്കാർ മൊത്തം ഇവിടെ വന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. ആണോ അല്ലേ? അപ്പോൾ ഈ ബസ്സിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ അതിൻ്റെ നടുക്ക്, നോർമലി ഏതൊരു വണ്ടിയുടെയും അല്ലെങ്കിൽ ഏതൊരു വസ്തുവിൻ്റെയും നടുക്കായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ഇവിടെ വെയിറ്റ് അല്ലെങ്കിൽ ലോഡിൽ വ്യത്യാസം വന്നതുകൊണ്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാറി. ഇത്തരത്തിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ മാറ്റം വരുത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലിവർ മെക്കാനിസം പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ലിവർ മെക്കാനിസത്തിൻ്റെ അടിസ്ഥാനമാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ലിവറിൽ നമ്മൾ പഠിക്കുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ലിവറിൽ നമ്മൾ പഠിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ലിവർ മെക്കാനിസത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വശത്ത് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നു എന്ന് കരുതുക, മറ്റൊരു വശത്ത് നമ്മൾ ലോഡ് കൊടുക്കുന്നു എന്ന് കരുതുക. അതിന് നടുക്കായിട്ട് ഇപ്പോൾ ഫൽക്രം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എങ്കിൽ എഫേർട്ടും ഫൽക്രവും തമ്മിലുള്ള ദൂരത്തിന് വിളിക്കുന്ന പേര് എഫർട്ട് ആം എന്നാണ്. ലോഡും ഫൽക്രവും തമ്മിലുള്ള ദൂരത്തെ വിളിക്കുന്ന പേര് ലോഡ് ആം എന്നാണ്. ഇത് കറക്റ്റ് ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇരിക്കുന്നെങ്കിൽ നമുക്കറിയാം ഈ പറയുന്ന ദൂരവും ചിലപ്പോൾ സെയിം ആകാം, സെയിം അല്ലാതെ ഇരിക്കാം. പക്ഷേ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ അനുസരിച്ച് നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും. എന്താണ് ആ കാര്യം? ലോഡ് ഇൻറ്റു ലോഡ് ആം എന്ന് പറയുന്നതും എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം എന്ന് പറയുന്നതും എപ്പോഴും തുല്യം ആയിരിക്കും. അതായത് നമ്മളൊരു ബസ് സാധാരണ നിന്ന കേസിനകത്ത് ബസ്സിൽ എല്ലാവരും ഈക്വലായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ ദൂരവും തുല്യമായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ലോഡ് ഇൻറ്റു ഇവിടുത്തെ എഫേർട്ട്, ഇവിടുത്തേത് ഇൻറ്റു ഇവിടുത്തേത് തുല്യമായിരിക്കും ഇക്വിലിബ്രിയം കണ്ടീഷൻ. രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞപ്പോൾ എന്താ പറ്റിയത്? ബസ് ഈ പറയുന്ന വീഴാൻ പോവുകയാണ്. അപ്പോൾ ലോഡ് മൊത്തം ഇപ്പുറത്തോട്ട് മാറ്റി, പക്ഷെ ദൂരം കുറഞ്ഞു. കണ്ടോ? അപ്പോൾ ലോഡ് മാറിയാൽ ദൂരം മാറും. ഇവിടെ ലോഡ് കുറവാണ്, ദൂരം കൂടുതലാണ്. അപ്പോൾ ലോഡും ദൂരവും തമ്മിൽ ഈ പറഞ്ഞ കോമൺ പോയിന്റും ലോഡും ദൂരവും തമ്മിലുള്ള കണക്ഷനാണ് അപ്പോൾ എന്തെന്ന് പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലോഡ് ഇൻറ്റു ലോഡ് ആമും എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആമും ഒരു ലിവറിനെ സംബന്ധിച്ച് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന സമയത്ത് അത് ഈക്വൽ ആയിരിക്കും. തീരുന്നില്ല. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ പുതിയൊരു ഇക്വേഷൻ വരുന്നത്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും സാറേ ലോഡ് ബൈ എഫേർട്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ലോഡ് ബൈ എഫേർട്ട് എന്ന് പറയുന്നത് ലോഡ് ആമിൻ്റെയും എഫേർട്ട് ആമിൻ്റെയും സഹായത്തോടെ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? ലോഡ് ഇൻറ്റു ലോഡ് ആം എന്ന് പറയുന്നത് എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആമിന് തുല്യമാണെങ്കിൽ ഇവിടെ നിന്നും ലോഡ് ബൈ എഫേർട്ട് വരുമ്പോഴത്തേക്കും ഈ സാധനം ഇപ്പുറത്തോട്ട് പോകും. അപ്പോൾ എന്ത് വരും? ലോഡ് ബൈ എഫേർട്ട് എന്ന് പറയുന്നത് എഫേർട്ട് ആം ബൈ ലോഡ് ആമിന് ഈക്വൽ ആയിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് അറിഞ്ഞു വെച്ചിട്ടാലേ നമുക്കിനി അങ്ങോട്ട് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ലോഡ് ബൈ എഫേർട്ട് എന്ന് പറയുന്നത് അഥവാ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എഫേർട്ട് ആം ബൈ ലോഡ് ആമിന് ഈക്വലാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് പറഞ്ഞേ. നമ്മൾ ഇതുവരെ കാണാതെ പഠിക്കേണ്ട കാര്യങ്ങൾ വളരെ ചെറുത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. ലോഡ് ബൈ എഫേർട്ട്. ലിവറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ അനുസരിച്ച് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ പുതിയൊരു ഫോർമുല പഠിച്ചു. എന്താണത്? അത് എഫേർട്ട് ആം ബൈ ലോഡ് ആം. തിരിഞ്ഞു വരും. കണ്ടോ? ഇവൻ മുകളിൽ വരും, ഇവൻ താഴെ വരും. ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ മനഃപ്പാഠമാക്കിയിരിക്കണം. ഒരു സംശയം വേണ്ട. ഇനി നമുക്ക് ലിവറുകളുടെ ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. ലിവറുകളെ നമുക്ക് എത്രയായി തിരിക്കാമെന്ന് ചോദിച്ചാൽ 3 ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ എന്നിങ്ങനെ 3 വളരെ എളുപ്പമാണ്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 1, 2, 3 FLE. ഇതാണ് നിങ്ങളുടെ കോഡ്. 1, 2, 3 FLE. ഫൽക്രം നടുക്ക് വന്നാൽ ഫസ്റ്റ് ഓർഡർ ലിവർ, ലോഡ് നടുക്ക് വന്നാൽ സെക്കൻഡ് ഓർഡർ ലിവർ, എഫേർട്ട് നടുക്ക് വന്നാൽ തേർഡ് ഓർഡർ ലിവർ. 3നും അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്. സെക്കൻഡ് ഓർഡർ ലിവർ എന്ന് പറയുമ്പോൾ എപ്പോഴും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുതലായിരിക്കും. തേർഡ് ഓർഡർ ലിവറിന് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കുറവായിരിക്കും. ഫസ്റ്റ് ഓർഡർ ലിവറിന് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞ പോലെ അത് ഒന്നിനേക്കാളും കൂടുതലാകാം, ഒന്നിന് തുല്യമാകാം, ഒന്നിനേക്കാളും ചെറുതുമാകാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഓർഡർ ലിവർ. എന്താണ് ഫസ്റ്റ് ഓർഡർ ലിവർ? നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പറയാം. കോമൺ ബാലൻസ് അഥവാ ത്രാസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ കൊച്ചിലെ കളിച്ചിട്ടുള്ള സീസോ. ഓക്കെ, സീസോ ഒരു ഈയും കൂടിയുണ്ട്. ഇതിന് എക്സാമ്പിളാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സിസേഴ്സ്. ഓക്കെ, സിസേഴ്സ്, കത്രിക, ഇതിന് എക്സാമ്പിളാണ്. നമ്മൾ സാധനങ്ങൾ ഈ പറയുന്ന ലോഡ് ചെയ്യുന്നവർ ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രോബാർ, ഇതൊക്കെ എന്താണ്? ഫസ്റ്റ് ഓർഡർ ലിവറാണ്. എന്താണ് പ്രത്യേകത? ലിവർ ഉണ്ടാകും. അതിൻ്റെ ഫൽക്രം എന്ന് പറയുന്ന നടുക്കായിരിക്കും.
ലോഡ് ഒരു വശത്തായിരിക്കും, എഫേർട്ട് മറ്റൊരു വശത്തായിരിക്കും. അപ്പോൾ എഫേർട്ട് ഇൻറ്റു ഇതാണ് എഫേർട്ട് ആം എന്ന് പറയുന്നത്, ഇതാണ് എന്തെന്ന് പറയുന്നത് ലോഡ് ആം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ അപ്പോൾ ഈ പറയുന്ന ഫസ്റ്റ് ഓർഡർ ലിവറിനകത്ത് എഫേർട്ട് ആമും ലോഡ് ആമും എപ്പോഴും തുല്യമാകും എന്ന് വല്ലതും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. ഫൽക്രം നടുക്ക് വരുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ചിലപ്പോൾ എഫേർട്ടിനടുത്താകാം ഫൽക്രം, ലോഡ് ദൂരെയാകാം. ചിലപ്പോൾ ലോഡിനടുത്താകാം ഫൽക്രം, ഈ പറയുന്ന എഫേർട്ട് ദൂരെയും ആകാം. 3 കണ്ടീഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ലിവറിനകത്ത് ഇത്രയേ ഉള്ളൂ, F1 2 3 FLE. അപ്പോൾ ഫൽക്രം നടുക്ക് വന്നാൽ ഫസ്റ്റ് ഓർഡർ ലിവർ. അതിലെന്തൊക്കെ വരും? കോമൺ ബാലൻസ്, സീസോ, സിസർ, ക്രോബാർ. 3 കണ്ടീഷൻ നോക്കാം. ഫസ്റ്റ്, നമ്മുടെ കോമൺ ബാലൻസിലും സീസോയിലും ഫൽക്രം എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈ എഫേർട്ടിൻ്റെ ലോഡിൻ്റെ നടുക്കായിരിക്കും. സോ ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്നായിരിക്കും, കാരണം എഫേർട്ട് ആമും ലോഡ് ആമും തുല്യമായതുകൊണ്ട്. എന്നാൽ ഇവിടെ നോക്കിയേ, നമ്മൾ ഈ പറയുന്ന സിസർ കത്രികയിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതിനടുത്താണ് ഫൽക്രം ഇരിക്കുന്നത്. അപ്പോൾ എഫേർട്ട് ആം എന്ന് പറയുന്ന കുറവും ലോഡ് ആം കൂടുതലുമായിരിക്കും. അപ്പോൾ ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഒന്നിനേക്കാളും എന്തായിരിക്കും? ചെറുതായിരിക്കും, കാരണം എഫേർട്ട് ആം ന്യൂമറേറ്റർ ചെറുതായതുകൊണ്ട്. നേരെ മറിച്ച് ക്രോബാർ ഉപയോഗിച്ച് നമ്മൾ സാധനങ്ങൾ ലിഫ്റ്റ് ചെയ്യാൻ കുത്തിപ്പൊക്കാൻ ഉപയോഗിക്കുന്നതിനകത്താണെങ്കിൽ എഫേർട്ട് ആം നല്ല കൂടുതലും ലോഡ് ആം കുറവായിരിക്കും. സോ ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒന്നിനേക്കാളും കൂടുതലായിരിക്കും. ഈ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ടേബിളായിട്ട് തന്നിട്ടുള്ളത്. പഠിക്കുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? അടുത്ത് വരുന്നതാണ് സെക്കൻഡ് ഓർഡർ ലിവർ. അപ്പോൾ സെക്കൻഡ് ഓർഡർ ലിവറിൽ 1 2 3 FLE. സെക്കൻഡ് ഓർഡറിൽ ലോഡാണ് നടുക്ക് വരുന്നത്, ഫൽക്രം ഒരു എൻഡിലായിരിക്കും, എഫേർട്ട് മറ്റൊരു എൻഡിൽ ആയിരിക്കും. നമ്മൾ സാധനങ്ങൾ ഉരുട്ടിക്കൊണ്ട് പോകുന്ന വീൽ ബാരോ എന്ന് പറയുന്ന സാധനം, നാരങ്ങ ഞെക്കി, അല്ലെങ്കിൽ നട്ട് ക്രാക്കർ, ബോട്ടിൽ ഓപ്പണർ, സ്റ്റേപ്പിലർ, പേപ്പർ കട്ടർ, അല്ലെങ്കിൽ സ്റ്റുഡിയോയിലൊക്കെ ഫോട്ടോ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ കട്ടർ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? സെക്കൻഡ് ഓർഡർ ലിവറിന് എക്സാമ്പിളാണ്. അപ്പോൾ ഒന്നും കൂടെ, സെക്കൻഡ് ഓർഡർ ലിവർ എന്ന് പറയുമ്പോൾ ലോഡ് നടുക്ക് വരും. അപ്പോൾ നമ്മൾ ലോഡാമോ എഫേർട്ട് ആമോ ഒന്ന് കണ്ടുപിടിച്ച്, ഫൽക്രവും ലോഡും തമ്മിലുള്ള ദൂരമാണ് എന്തെന്ന് പറയുന്നത്? ലോഡ് ആം. ഫൽക്രവും എഫേർട്ടും തമ്മിലുള്ള ദൂരമാണെന്ന് പറയുന്നത് എഫേർട്ട് ആം എന്ന് പറയുന്നത്. ഇവിടെ എഫേർട്ട് ആം കൂടുതൽ, ലോഡ് ആം കുറവ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഫോർമുല നിങ്ങൾക്കറിയാം, എഫേർട്ട് ആം ബൈ ലോഡ് ആം. അപ്പോൾ ഇത് വലുത്, ഇത് ചെറുത്. സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ വലിയ വെയിറ്റ് ഒക്കെ എടുക്കാനല്ലേ നമ്മൾ വീൽ ബാരോ ഉപയോഗിക്കുന്നത്. നാരങ്ങ ഇങ്ങനെ ഞെക്കി കൈ വേദനിക്കുന്നുണ്ടോണ്ടല്ലേ നമ്മൾ ഇത് വെച്ച് ഞെക്കുന്നത്. നട്ട് കൈ വെച്ച് പൊട്ടിച്ചാൽ പൊട്ടുമോ? ഇടിച്ചാൽ പൊട്ടിക്കുന്ന സാധനമല്ലേ. അപ്പോൾ അതല്ലേ നമുക്ക് ഈ പറയുന്ന നട്ട് ക്രാക്കർ വെച്ച് പൊട്ടിക്കാൻ പറ്റുന്നത്. അപ്പോൾ സ്റ്റേപ്പിലറിനകത്ത് ആലോചിച്ച് നോക്കി, നമ്മൾ ഈ പറയുന്ന പിന്നിനെ പേപ്പറിനകത്തോട്ട് കുത്തി കയറ്റണം, നല്ല ബലം വേണം, നോർമലി ചെയ്താൽ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സ്റ്റേപ്പിലർ ഉപയോഗിക്കും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടുകയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതാണ് സെക്കൻഡ് ഓർഡർ ലിവർ. സെക്കൻഡ് ഓർഡർ ലിവറിൽ അപ്പോൾ മനസ്സിലായാലും എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൂടുതൽ ബലമുള്ള കാര്യം ചെയ്യിക്കണം, പക്ഷെ നമുക്ക് അത്രയും ബലം കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ കേസിലാണ് സെക്കൻഡ് ഓർഡർ ലിവർ വരുന്നത്. ഓക്കെ ആണല്ലോ, മാറിപ്പോരുത്. സെക്കൻഡ് ഓർഡർ ലിവർ. അടുത്ത് തേർഡ് ഓർഡർ ലിവർ. തേർഡ് ഓർഡർ ലിവറിനകത്ത് 1 2 3 FLE. അപ്പോൾ തേർഡ് ഓർഡർ ലിവറിൽ നടുക്ക് വരുന്ന ഏതാണ്? എഫേർട്ട് ആണ്. നമുക്ക് എഫേർട്ട് ആം എന്തായിരിക്കും? ഇത്രയും ദൂരമായിരിക്കും. ഇതായിരിക്കും എഫേർട്ട് ആം എന്ന് പറയുന്നത്. എന്നാൽ ലോഡ് മുതൽ ഫൽക്രം വരെയുള്ള ദൂരമായിരിക്കും എന്തെന്ന് പറയുന്നത്? ലോഡ് ആം എന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഫോർമുല എന്താണ്? എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡ് ആം. ദാറ്റ് ഈസ് ഈക്വൽ ടു, എഫേർട്ട് ആം ഇവിടെ ചെറിയ വാല്യൂ ആണ് അല്ലേ, ലോഡ് ആം ആണ് വലുത്. അപ്പോൾ ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. പിന്നെ നമ്മൾ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? നമുക്ക് ഗ്രേറ്റർ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് മൂവ്മെൻറ്റ് വേണ്ട സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? തേർഡ് ഓർഡർ ലിവർ ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ പറയുന്ന എന്താണ്, നമുക്ക് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ചെറിയ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ സൂക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെറിയ സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? തേർഡ് ഓർഡർ ലിവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എഫേർട്ട് ആയിരിക്കും നടുക്ക് വരുന്നത്. അപ്പോൾ എന്തൊക്കെ വരും? നമ്മൾ ഇതിനകത്ത് പറയുന്ന സാധനങ്ങളൊന്ന് ടോങ്സ് എന്ന് വെച്ചാൽ അറിയാലോ, നമ്മൾ ഐസൊക്കെ എടുക്കാനോ, നമ്മൾ ഈ പറഞ്ഞ ബേക്കറിയിൽ ഒരു സാധനം വെച്ചിട്ടല്ലേ കേക്കൊക്കെ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? ടോങ്സ് എന്ന് പറയും. പിന്നെ ട്വീസേഴ്സ് എന്ന് പറയും. ഈ പുലിക പെൺകുട്ടിയൊക്കെ അറിയായിരിക്കും. നിങ്ങളുടെ ഈ പുലികത്തിൻ്റെ ഇവിടുത്തെ രോമമൊക്കെ ഇങ്ങനെ പിടിച്ചെടുക്കുന്ന സാധനമല്ലേ, ആ സംഭവം. പിന്നെ നമ്മുടെ ഫിഷിംഗ് റോഡ് അറിയാവോ? ഫിഷിംഗ് റോഡ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ഉള്ളതാണ്, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഫിഷിംഗ് റോഡിൽ നമുക്ക് എന്താണ്? തേർഡ് ഓർഡർ ലിവറാണ് കാണാൻ പറ്റും.
നമ്മളുടെ ഫോർ ആം, ഒരു വെയിറ്റ് എടുക്കുന്ന സമയത്ത് നമ്മളുടെ ഫോർ ആം എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഈ പറയുന്ന ഒരു തേർഡ് ഓർഡർ ലിവർ ആണ്. ബൈസെപ്സ് ലിഫ്റ്റിംഗ് ഇത് എന്തൊരു ഉദാഹരണമാണ്? തേർഡ് ഓർഡർ. ഉദാഹരണങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഉദാഹരണങ്ങൾ നോക്കി തന്നെ പഠിച്ചു വയ്ക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ലിവർ കഴിഞ്ഞു. അടുത്ത് വരുന്നതാണ് ഇത് 3ന്റെ ക്ലാസിഫിക്കേഷനാണ്, നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം. അടുത്ത് പുള്ളീസ്. പുള്ളികൾ എന്ന് പറഞ്ഞാൽ എന്താ? പുള്ളികൾ വളരെ ഈസിയാണ്. 2 തരം പുള്ളിയാണ് ഉള്ളത്. ഒന്ന് ഫിക്സഡ് പുള്ളി, മറ്റത് മൂവബിൾ പുള്ളി. നിങ്ങൾ ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഫസ്റ്റ് ഓർഡർ ലിവർ ആണ് ഫിക്സഡ് പുള്ളി, സെക്കൻഡ് ഓർഡർ ലിവറിന് തുല്യമാണ് മൂവബിൾ പുള്ളി. അവിടെ പഠിച്ച എല്ലാ കാര്യവും ഇവിടെയും. അതായത് ഫസ്റ്റ് ഓർഡർ ലിവറിനകത്ത് നമുക്കറിയാൻ പറ്റും എന്താണ്? ഫൽക്രമാണ് നടുക്ക് വരുന്നത്. സെക്കൻഡ് ഓർഡറിനകത്താണെങ്കിൽ ലോഡാണ് നടുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പുള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ നടുക്കൊരു പോയിന്റ് ഉണ്ടാകും. ഈ പോയിന്റിന് അക്രോസ് ആയിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെയാണെങ്കിൽ ഒരു ഗ്രൂവ് ഉണ്ടാവും, അതിലൂടെ കയറ് പോവുകയും ചെയ്യും. ഇതിൻ്റെ നടുക്കത്തെ പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് ഫിക്സഡ് പുള്ളി. ഇനി ഇതിനെ ഫിക്സ് ചെയ്യാതെ നമ്മളൊരു കയറ് കെട്ടി നമ്മൾ ഇതിനെ ഇങ്ങനെ ഫിക്സ് ചെയ്യാതെ എന്ത് ചെയ്യാണ്? ഒരു കയറിലിങ്ങനെ ഫിക്സ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു കയറിലിങ്ങനെ തൂക്കിയിട്ടേക്കുകയാണെങ്കിൽ അതാണ് എന്ത്? മൂവബിൾ പുള്ളി. അപ്പോൾ തൂക്കിയിട്ടേക്കുമ്പോൾ ഇതാണ് കോമൺ പോയിന്റ്. ഇവിടെയാണ് എന്ത് വരുന്നത്? ഫൽക്രം വരുന്നത്, ഇവിടെയാണ് ലോഡ് വരുന്നത്, ഇവിടെയാണ് എഫേർട്ട് വരുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിലോ നടുക്ക് ഫൽക്രം, ഇവിടെ എഫേർട്ട്, ഇതെന്താണ്? ഇവിടെ എഫേർട്ട്, ഇവിടെയാണെങ്കിൽ ലോഡ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഓർഡർ, ഇത് സെക്കൻഡ് ഓർഡർ. ഇത് ഫസ്റ്റ് ഓർഡർ, ഇത് സെക്കൻഡ് ഓർഡർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ലിവറിൻ്റെ കാര്യം എളുപ്പമാണ്. ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, കാരണം ഈ ദൂരവും ഫിക്സഡ് ആണ്. ശ്രദ്ധിച്ചോ, നമുക്ക് ആലോചിച്ചു, ഈ ദൂരം ചേഞ്ച് ചെയ്യുമോ? ഇത് ഇരുമ്പിലുണ്ടാക്കി വെച്ചേക്കുന്നല്ലേ, ദൂരം ചേഞ്ച് ആവത്തില്ലല്ലോ. സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സെയിം ആയിരിക്കും. കാരണം ഇവിടെ എഫേർട്ട് ആം എന്ന് പറയുന്നത് ലോഡ് ആമിന് തുല്യം. പുള്ളീസിൽ നമ്മുടെ മൂവബിൾ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നോക്കിയേ, ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? സെക്കൻഡ് ഓർഡർ അല്ലേ, അപ്പോൾ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. എന്തുകൊണ്ട്? നോക്കിയേ, ഫൽക്രം മുതൽ ലോഡ് വരെ ഉള്ളത് ലോഡ് ആം, ഫൽക്രം മുതൽ എഫേർട്ട് വരെ ഉള്ളത് എഫേർട്ട് ആം. ആരാ കൂടുതൽ? എഫേർട്ട് ആം ആണ് കൂടുതൽ. എഫേർട്ട് ആം എന്ന് പറയുന്നത് അപ്പോൾ എന്തിന് ഈക്വൽ ആയിരിക്കും? ഇതിൻ്റെ ഡയമീറ്ററിന് ഈക്വൽ ആയിരിക്കും. ലോഡ് ആം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? റേഡിയസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഡയമീറ്റർ ബൈ റേഡിയസ്, എന്തായാലും ഡയമീറ്റർ ആണ് വലുത്, റേഡിയസ് ചെറുതാണ്. അപ്പോൾ എന്തായിരിക്കും? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ എത്രയായിരിക്കും അത് വരുന്നത്? നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു പുള്ളിയാണ്. ഈ പുള്ളിയിൽ മൂവബിൾ പുള്ളിയാണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ 6 ആണെന്ന് എടുത്തു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 6 ആയിരിക്കും. അതിൽ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ് നമ്മൾ പറഞ്ഞു ഫൽക്രം. നടുക്കാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ മുകളിലോട്ട് വലിക്കുന്നത്. നമ്മൾ മുകളിലോട്ടല്ലേ വലിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് എഫേർട്ട്. അപ്പോൾ നമുക്ക് നോക്കിയേ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കൂടാ? എഫേർട്ട് ആം ബൈ ലോഡ് ആം. എഫേർട്ട് ആം എന്ന് വെച്ചാൽ എന്താണ്? അത് ഈ കാണുന്നതാണ്. അപ്പോൾ 6 കൂടി എത്രയാണ്? അത് 2R. ലോഡ് ആം എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ 6 വെട്ടിക്കഴിഞ്ഞാൽ 2 ആണ്. സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ മൂവബിൾ പുള്ളി എപ്പോഴും എത്രയായിരിക്കും? 2 ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ബലത്തിൻ്റെ ഇരട്ടി വരുന്ന ലോഡിനെ നമുക്ക് ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന ബലം വെച്ച് നമുക്കതിനെ ഇരട്ടി എടുക്കാനായിട്ട് പറ്റും. സെറ്റല്ലേ? അപ്പം പുള്ളിയൻസ് എന്ന് വെച്ചാൽ എന്താണ്? പുള്ളി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ വീൽ മൗണ്ടഡ് ഓൺ ആൻ ആക്സിൽ. ഒരു ആക്സിലാണ് നടക്കുന്ന പോയിന്റ്. അപ്പോൾ ആക്സിലിൽ നമ്മൾ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ഒരു പുള്ളി എന്ന് പറയുന്നത്. പുള്ളിയിൽ ഒരു ഗ്രൂവ് ഉണ്ടാവും, അതുവഴി കയർ പോകും. 2 തരം പുള്ളീസാണ് ഉള്ളത്. ഒന്ന് ഒരിടത്ത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്, അതായത് ആക്സിലിനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പുള്ളി അഥവാ ഫിക്സഡ് പുള്ളി, അത് ഫസ്റ്റ് ഓർഡർ ലിവറിന് തുല്യമാണ്. കാരണം നടുക്ക് ഫൽക്രം, ഇടയ്ക്ക് ലോഡ്, ഇടതുവശത്തെ ലോഡ്, വലതുവശത്തെ എഫേർട്ട്. ദൂരം എപ്പോഴും തുല്യം ആയതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എപ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. എന്നാൽ നമ്മൾ നടുക്കത്തെ പോയിന്റിനെ ഫിക്സ് ചെയ്യാതെ ഒരു കയറിൽ ഇങ്ങനെ നമ്മുടെ ഈ പറഞ്ഞ പുള്ളിയെ തൂക്കിയിട്ടേക്കുകയാണെങ്കിൽ, എന്നിട്ട് ഒരു പോയിന്റിനെ പിടിച്ച് ഫിക്സ് ചെയ്ത് മറ്റേ പോയിന്റ് നമ്മൾ വലിക്കുകയാണെങ്കിൽ അതൊരു മൂവബിൾ പുള്ളി. അവിടെ പ്രശ്നം എന്താണ്? കോമൺ പോയിന്റ് ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത് ഈ ഇടതുവശത്തെ ഫിക്സഡ് സ്ഥലത്തിന് താഴെ വരുന്ന പോയിന്റ് ആയിരിക്കും. അപ്പോൾ അതായിരിക്കും ഇവിടുത്തെ ഫൽക്രം എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഫൽക്രം എന്ന് പറയുന്നത്. നടുക്കായിരിക്കും ലോഡ് ആക്ട് ചെയ്യുന്നത്, ഇടതുവശത്തായിരിക്കും എഫേർട്ട്. അപ്പോൾ അത് എന്തിന് തുല്യമാണ്? ഒരു സെക്കൻഡ് ഓർഡർ ലിവറിന് തുല്യമാണ്. അപ്പോൾ സെക്കൻഡ് ഓർഡർ ലിവറിന് എന്തായാലും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒന്നിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ അത് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 2 ആണ്. എങ്ങനെ 2 കിട്ടിയെന്ന് ചോദിച്ചാൽ പുള്ളിയാണ്. പുള്ളി എന്ന് പറയുമ്പോൾ അതൊരു വട്ടമാണ്, സർക്കിളാണ്. സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 6 എന്നെടുത്താൽ ഡയമീറ്റർ 2R ആയിരിക്കും. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എഫേർട്ട് ആം ബൈ ലോഡ് ആമാണ്. എഫേർട്ട് എന്ന് വെച്ചാൽ എന്താ? ഫൽക്രം തൊട്ട്
എഫേർട്ട് വരെയുള്ള ദൂരം. ലോഡെന്ന് വെച്ചാലോ ഫൽക്രം മുതൽ ലോഡ് വരെയുള്ള ദൂരം. അപ്പോൾ ഈ ദൂരം എന്ന് പറയുന്നത് ചെറിയ റേഡിയസും ഈ ദൂരം എന്ന് പറയുന്നത് റേഡിയസിൻ്റെ ഇരട്ടി 2r ആണ്. അപ്പോൾ 2r/r മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. പക്ഷേ ഇത് ഇത്രയും പഠിച്ചു. ഇനി ഇവിടുന്ന് വേറൊരു പോയിന്റും കൂടി പഠിച്ചിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതായത് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് അനുസരിച്ച് 2 മടങ്ങോളം ലോഡിനെ വലിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തോന്നും, അപ്പോൾ നമ്മുടെ ജോലി കുറയുകയാണോ എന്നൊരു ചോദ്യം വരും. അല്ല. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് പുള്ളി ആയാലും മൂവബിൾ പുള്ളി ആയാലും ഇനി എന്ത് സിമ്പിൾ മെഷീൻ ആയാലും അവിടെ വർക്കിന് ഒരു തരത്തിലുള്ള ഗെയിനും ഉണ്ടാകില്ല. അതായത് ലോഡ് ചെയ്യുന്ന വർക്കും ഇങ്ങനെ എഴുതാം അല്ലേ, അതായത് ലോഡ് ചെയ്യുന്ന വർക്കും എഫർട്ട് ചെയ്യുന്ന വർക്കും എപ്പോഴും തുല്യമായിരിക്കും. പക്ഷേ അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? നമുക്കറിയാം വർക്ക് എന്ന് വെച്ചാൽ അത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ ആയാലും അതെന്ത് തന്നെയാണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ്. അപ്പം നമ്മൾ കൊടുത്ത ബലം കൊണ്ട് എന്തുകൊണ്ട് ഇരട്ടിയോളം ലോഡ് മാറിയെന്ന് ചോദിച്ചാൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിലാണ് മാറ്റം വരുന്നത്. അതായത് നമ്മൾ ഒരു വലിയിൽ മുകളിലോട്ട് വരേണ്ട പുള്ളിയെ 2 തവണ വലിക്കുമ്പോഴേ അത് മുകളിലോട്ട് വരുള്ളൂ. അപ്പോൾ ദൂരം കൂടുതൽ നമ്മൾ എടുക്കുന്നു, പക്ഷെ ബലം കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ദൂരത്തിൽ മാറ്റം വന്നാലോ ബലത്തിൽ മാറ്റം വന്നാലോ വർക്ക് അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് ഇവിടെ സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് there is no gain of വർക്ക്. അതായത് വർക്ക് ഗെയിൻ അവിടെ ഇല്ല. വർക്ക് ഗെയിൻ ഇല്ല. പിന്നെ നമ്മുടെ എഫേർട്ട് എങ്ങനെ കുറച്ചു എന്ന് ചോദിച്ചാൽ കൂടുതൽ ദൂരം നമ്മൾ പണിയെടുത്തിട്ടാണ് നമ്മൾ എഫേർട്ട് കുറച്ചത്. അത് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത സിസ്റ്റത്തിലോട്ട് പോകാമല്ലോ. വീൽ ആൻഡ് ആക്സൽ സിസ്റ്റം. ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലോട്ട് പോകാം. എന്താണ് വീൽ ആൻഡ് ആക്സൽ സിസ്റ്റം? ഒരു വലിയ വീലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു ചെറിയ വീലിലേക്ക് ശ്രദ്ധിക്കണം, ഒരു ആക്സിൽ ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ്. അതായത് ഇവൻ മൂവ് ചെയ്യുമ്പോൾ ഇവനും ഒരേ അളവിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അപ്പോൾ വീൽ ആൻഡ് ആക്സൽ സിസ്റ്റത്തിൻ്റെ ഗുണം. നിങ്ങൾക്കറിയാം വീൽ ആൻഡ് ആക്സൽ സിസ്റ്റം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വീൽ എന്ന് വിളിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കുട്ടി സാധനത്തിനെയാണ് നമ്മൾ ആക്സിൽ എന്ന് വിളിക്കുന്നത്. വീല് വലുതായിരിക്കും, ആക്സിൽ ചെറുതായിരിക്കും. അതായത് വീലിൻ്റെ ഈ റേഡിയസ് എന്ന് പറയുന്ന ക്യാപിറ്റൽ R ആണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് സ്മോൾ r ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മളിതിന് ഒരു തവണ കറക്കുമ്പോൾ ഇവന് ഒരു തവണ തന്നെ കറങ്ങും. പക്ഷെ വ്യത്യാസം എന്താണ്? നമ്മൾ ഒരു തവണ കറക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ബലത്തേക്കാൾ കൂടുതൽ ബലം ഉപയോഗിച്ച് ലോഡിനെ പൊക്കാൻ ഈ ആക്സിലിന് പറ്റും. എങ്ങനെ പറ്റും? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു, ഏത് സിമ്പിൾ മെഷീൻ ആയാലും വർക്ക് ഡൺ ബൈ എഫേർട്ടും വർക്ക് ഡൺ ബൈ ലോഡും തുല്യമായിരിക്കും. അപ്പോൾ എന്താ വർക്ക്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ വീലിൽ കൊടുത്ത ഫോഴ്സിനെ നമുക്ക് എഫേർട്ട് എന്ന് വിളിക്കാം, ആക്സിലിൽ കൊടുത്ത ഫോഴ്സിനെ നമുക്ക് ലോഡ് എന്ന് വിളിക്കാം. അപ്പോൾ വർക്ക് ഡൺ ബൈ എഫേർട്ട് എന്തായിരിക്കും? വർക്ക് ഡൺ ബൈ എഫേർട്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും? എഫേർട്ട് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ എഫേർട്ട് കൊടുത്ത ഡിസ്റ്റൻസ് എന്താ? എഫേർട്ട് കൊടുക്കുന്ന ഇവിടെയല്ലേ, ഈ ഹാൻഡിൽ പിടിച്ചല്ലേ നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത്. അപ്പോൾ എഫേർട്ട് കൊടുത്ത ഡിസ്റ്റൻസ് എന്താണ്? ആറല്ലേ. അപ്പോൾ ഈ പറഞ്ഞ എഫേർട്ട് നമ്മൾ കൊടുത്ത ദൂരം മൊത്തം ഇതിൻ്റെ പെരിമീറ്റർ അല്ലേ. അപ്പോൾ പെരിമീറ്റർ എന്താണ്? 2π R. അപ്പോൾ നമ്മൾ എത്ര ദൂരം കറക്കി? പെരിമീറ്ററിൻ്റെ അത്രയും ദൂരം കറക്കി. പെരിമീറ്ററിൻ്റെ ദൂരം കണ്ടുപിടിക്കാൻ 2π R. വർക്ക് ഡൺ ബൈ ലോഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് ലോഡ്, ഫോഴ്സിന് തുല്യം അവിടെ ലോഡ്. ഇവിടുത്തെ ഫോഴ്സ് എന്താണ്? ലോഡ്. ദൂരം എന്താണ്? ഈ പറഞ്ഞ പെരിമീറ്റർ, അതെന്തായിരിക്കും? 2π r. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫേർട്ട് ഇൻറ്റു 2π R, അഥവാ എന്താണ്? വർക്ക് ഡൺ ബൈ ദ എഫേർട്ട് ഇസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു 2π r എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് ഡൺ ബൈ ദ ലോഡ്. അപ്പോൾ എഫേർട്ട് ബൈ ലോഡ് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എന്താ? അത് ലോഡ് ബൈ എഫേർട്ട്. അപ്പോൾ ലോഡ് ഇവിടെയുണ്ട്, എഫേർട്ട് ഇവിടെയുണ്ട്. ഇവൻ ഡിനോമിനേറ്ററിൽ പോകുമ്പോൾ ഇവൻ തിരിച്ച് ഇപ്പുറത്ത് വരൂലേ? അപ്പോൾ എന്ത് പറ്റും? 2π R ബൈ 2π r. 2πയും 2πയും വെട്ടിപ്പോയി. അപ്പോൾ ലോഡ് ബൈ എഫേർട്ട് അഥവാ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായി? R ബൈ r ആയി. R എന്ന് വെച്ചാൽ എന്താണ്? ഈ വലിയ സർക്കിളിൻ്റെ റേഡിയസ്. R എന്ന് വെച്ചാൽ എന്താണ്? ഈ വലിയ സർക്കിളിൻ്റെ റേഡിയസ്. r എന്ന് വെച്ചാൽ ചെറുത്. അപ്പോൾ ഇതൊരു വലിയ സംഖ്യ, ഇതൊരു ചെറിയ സംഖ്യ. വലിയ സംഖ്യ ബൈ ചെറിയ സംഖ്യ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇവിടെ നമ്മൾ എന്താ പഠിച്ചു വയ്ക്കേണ്ടത്? നമ്മൾ ഈ ഫോർമുല പഠിച്ചു വയ്ക്കണം.
വീൽ ആക്സിൽ സിസ്റ്റത്തിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇത് കാണാതെ പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് അറിയാം. എടാ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇത്? നമ്മൾ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? നമ്മുടെ എഫേർട്ട് കുറയ്ക്കാൻ വേണ്ടി, നമ്മുടെ ജോലി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയേ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഫോർമുലയിൽ വലിയ സംഖ്യ ബൈ ചെറിയ സംഖ്യ എന്നല്ലേ വരുള്ളൂ. വലിയ സംഖ്യ ബൈ ചെറിയ സംഖ്യ എന്നല്ലേ വരുള്ളൂ. ചോദ്യ പേപ്പറിൽ 2 സംഖ്യ തരുള്ളൂ. ഏതൊക്കെയാണ്? ഈ റേഡിയസും തരും, ഈ റേഡിയസും തരും. അപ്പോൾ അതിലെ വലിയ സംഖ്യ ഏതാണ്? അതിനടുത്ത് മുകളിൽ എഴുതുക. ചെറിയ സംഖ്യ ഏതാണ്? അതിനടുത്ത് താഴെ എഴുതുക. ചെയ്യുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടും. ഫോർമുല പഠിക്കുമ്പോൾ ആലോചിച്ച് നോക്കിയേ, ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഖ്യ, സ്മോൾ ആർ എന്ന് വെച്ചാൽ എന്താണ്? ചെറിയ സംഖ്യ. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇനി അങ്ങോട്ട് വീൽ ആക്സിൽ ആയാലും വെഡ്ജ് ആയാലും ഇൻക്ലൈൻഡ് പ്ലെയിൻ ആയാലും വലിയ സംഖ്യ ബൈ ചെറിയ സംഖ്യ, വലിയ സംഖ്യ ബൈ ചെറിയ സംഖ്യ എന്ന് ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് വരുന്നത് ഗിയറാണ്. ഗിയറിനകത്ത് നിങ്ങൾ ഒറ്റ കാര്യം പഠിച്ചാൽ മതി. ഗിയർ 2 തരത്തിലുണ്ട്. വലിയ ഗിയറും ഉണ്ട്, ചെറിയ ഗിയറും ഉണ്ട്. അല്ലെങ്കിൽ ചെറിയ ഗിയറും ഉണ്ട്, വലിയ ഗിയറും ഉണ്ട്. ഇതാണ് നിങ്ങളോട് പഠിക്കേണ്ട കാര്യം. ഓക്കെ, വലിയ ഗിയർ ഒരു തവണ കറങ്ങുമ്പോൾ ചെറിയ ഗിയർ ഒന്നിലധികം തവണ കറങ്ങും. അപ്പോൾ വലിയ ഗിയറിൽ നിന്ന് ചെറിയ ഗിയറിലോട്ട് പോകുമ്പോൾ എന്ത് കൂടും? സ്പീഡ് കൂടും. ഇത് പഠിച്ചു വെച്ചാൽ മതി. ചെറിയ ഗിയർ ഒരു തവണ കറങ്ങുമ്പോൾ വലിയ ഗിയർ എന്തായാലും ഒരു തവണ കറങ്ങത്തില്ല. ഗിയർ എന്താണെന്നൊക്കെ അറിയാമല്ലോ അല്ലേ? അപ്പോൾ പക്ഷേ ഇവിടെ എന്താ പറ്റുന്നത്? ഇവൻ 5-6 തവണ കറങ്ങുമ്പോൾ ഒരു തവണയെ കറങ്ങുള്ളൂ. അപ്പോൾ എന്താ ഇവിടെ കിട്ടുന്നത്? ഇവിടെ ടോർക്കാണ് കൂടുന്നത്. എന്താ കൂടുന്നത്? ടോർക്കാണ് കൂടുന്നത്. എന്താണ് കൂടുന്നത്? ടോർക്ക് കൂടും. ഇത് ഈ പോയിന്റ് മാത്രം നിങ്ങളിവിടെ പഠിച്ചു വെച്ചാൽ മതി. ഗിയർ സിസ്റ്റത്തിനകത്ത് വലിയ ഗിയറിൽ നിന്ന് ചെറിയ ഗിയറിലോട്ട് പോകുമ്പോൾ സ്പീഡ് കൂടും, ചെറിയ ഗിയറിൽ നിന്ന് വലിയ ഗിയറിൽ പോകുമ്പോൾ ടോർക്ക് കൂടും. അപ്പോൾ എങ്ങനെ? വണ്ടിയുടെ സ്പീഡ് കൂട്ടാൻ ട്രാൻസ്മിഷനിൽ അല്ലെങ്കിൽ എഞ്ചിനിൽ നിന്നും ഗിയറിലോട്ട് പോവേണ്ടത് വലുതിൽ നിന്ന് ചെറുതിലോട്ട്. പക്ഷെ കയറ്റം കയറാൻ അല്ലെങ്കിൽ വലിയ ലോഡ് വലിക്കാൻ ചെറുതിൽ നിന്ന് വലുതിലോട്ട്, ചെറുതിൽ നിന്ന് വലുതിലോട്ട്. അത്രയുള്ള സംഭവം. ഇതാണ് ഗിയറിൽ പഠിച്ചു വയ്ക്കേണ്ടത് കാര്യം. അടുത്ത് വരുന്ന ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇത് ഭയങ്കര എളുപ്പമാണ്. നോക്കിയേ, നമ്മളൊരു വസ്തുവിനെ ഒരു ഉയരത്തിലോട്ട് കയറ്റണം. നേരെ പൊക്കി കയറ്റാതെ നമ്മൾ ചലിച്ച് പ്രതലത്തിലൂടെ ഉരുട്ടി കയറ്റും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് നോക്കടാ. ഇതാണ് നമ്മൾ ചലിച്ച പ്രതലത്തിൻ്റെ ദൂരം L. ഇതാണ് നേരെയുള്ള ദൂരം. ഇതിൽ വലിയ സംഖ്യ ഏതടേ? L. ചെറിയ സംഖ്യ ഏതടേ? H. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണ്? L/H. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണ്? L/H. ഇനി ഒന്നുമില്ലെങ്കിൽ ഇത് ഓർത്ത് വെച്ചൂടെ? ഈ പടം കണ്ടിട്ട് ഉത്തരം എഴുതി വയ്ക്കാനെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റൂലേ? വലിയ നമുക്ക് എപ്പോഴും വലുത് ബൈ ചെറുതേ ആവശ്യമുള്ളൂ. അപ്പോൾ വലുത് ബൈ ചെറുത്. ഇനി എൻ്റെ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെയും നമുക്ക് കണ്ടീഷനുണ്ട്. ഇവൻ ചെയ്യുന്ന വർക്കും തുല്യമാണ്. എഫേർട്ട് ചെയ്യുന്ന വർക്ക് എന്താണ്? എഫേർട്ട് ഇൻറ്റു എഫേർട്ട് പോകുന്ന ദൂരം. എഫേർട്ടിലൂടെ കൊണ്ടുപോകുന്ന ദൂരം ഇതല്ലേ L. ഇത് എന്തിന് തുല്യമായിരിക്കും? ലോഡ് ഇൻറ്റു ലോഡ് പോയ ദൂരം. ലോഡ് താഴോട്ടല്ലേ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ലോഡ് പോയ ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? H ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇവിടുന്ന് തള്ളിക്കൊണ്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഈ ദൂരം? ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കുക. അപ്പോൾ എന്താണ്? ഇൻറ്റു H ആണ്. അപ്പോൾ നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലോഡ് ബൈ എഫേർട്ടാണ്. അപ്പോൾ ഈ എഫേർട്ട് താഴോട്ട് വരും, അപ്പോൾ ഇവ ഇങ്ങോട്ട് വരും. അപ്പോൾ എന്താണ്? L/H. അപ്പോൾ ഇതാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഫോർമുല. ഓക്കെ, അടുത്ത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ നമ്മൾ നോക്കിയാൽ അതിനകത്ത് ഇത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, എന്നാൽ ഇതുപോലത്തെ ഒരു സ്ഥലം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെഡ്ജ് കിട്ടും. ഫോർമുലയിൽ ഒരു മാറ്റവും ഇല്ല. ഇത്രയും ദൂരം H ആകും, ഇത്രയും ദൂരം L ആകും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒന്നിനും മാറ്റമില്ല. ഇതല്ലേ വലിയ സംഖ്യ L ബൈ, ഇതല്ലേ ചെറിയ സംഖ്യ H. L/H തന്നെയാണ്. വേറെ ഒരു മാറ്റവും ഇവിടെ ഇല്ല. അടുത്ത് വരുന്നു സ്ക്രൂ ജാക്ക്. സ്ക്രൂ ജാക്കിനകത്ത് നമ്മൾ ആകെ പഠിച്ചു വെക്കേണ്ട, അവിടെയും സ്ക്രൂ ജാക്കും ഒരു വെഡ്ജിനെ പോലെ തന്നെയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും, ഒരു സ്ക്രൂ ജാക്ക് വെഡ്ജാണെന്ന് പ്രൂവ് ചെയ്യുക. എന്ത് ചെയ്യുക? ഒരു വെഡ്ജിൻ്റെ ഷേപ്പിൽ പേപ്പറിനെ കട്ട് ചെയ്യുക, ഒരു വശത്ത് ഷെയ്ഡ് ചെയ്യുക, ഒരു പെൻസിലിന് മുകളിൽ ചുറ്റുക, 2 സ്ഥലവും ചേർക്കുന്ന പോയിന്റ് എടുക്കുക. ഈ ദൂരത്തിനെ പിച്ച് എന്ന് വിളിക്കുക, ഈ പറയുന്ന ദൂരത്തിനെ L എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? വലിയ ദൂരം ഇതല്ലേ ചെറിയ ദൂരം. അവിടെ D എന്ന് വിളിച്ചാൽ, അവിടെ H എന്ന് വിളിച്ചാൽ ഇവിടെ P എന്ന് വിളിക്കണം. പിച്ച് L/P. പിച്ചിനെ P എന്നല്ല H എന്നാണല്ലോ ഡിനോട്ടിങ്. സോറി, H അല്ല പിച്ച് P. ഇവിടെ നിങ്ങൾക്ക് ട്വിസ്റ്റ് വരുന്ന ഒറ്റ കാര്യമുള്ളൂ. പക്ഷേ ഇത് നേരാവണ്ണം പരീക്ഷയ്ക്ക് തരത്തില്ല. പരീക്ഷയ്ക്ക് തരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു L, ഈ L ഉണ്ടല്ലോ, ഇത് തന്നേക്കും. ഇത് നമ്മൾ വിളിക്കുന്ന പേര് ലെങ്ത് ഓഫ് ദ ത്രെഡ് എന്നാണ്. ലെങ്ത് ഓഫ് ദ ത്രെഡ് തന്നേക്കും L. ലെങ്ത് ഓഫ് 1 ത്രെഡ് തന്നേക്കും. പക്ഷേ പിച്ച് തരത്തില്ല. പിച്ചിന് വരെ എന്ത് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇത്രയും ദൂരം തരും. അതായത് ടോട്ടൽ ത്രെഡഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം തന്നിട്ട് പറയും
ഈ ലെങ്തിനകത്ത് 10 ത്രെഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പിച്ച് എന്ന് വെച്ചാൽ എന്താണ്? ലെങ്ത് ബൈ നമ്പർ ഓഫ് ത്രെഡ്. അതായത് ഇപ്പോൾ ഇത്രയും 10, ഇതിനകത്ത് 5 ത്രെഡ് ഉണ്ടെന്ന് വെച്ചാൽ എന്തായിരിക്കും? 10/5. ഓക്കെ, അതായിരിക്കും നമ്പർ ഓഫ്, അതാണ് നമ്മുടെ പിച്ച് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? പിച്ച് എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറഞ്ഞില്ല. അപ്പോൾ ഒരു സ്ക്രൂ ജാക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സർക്കുലാർ ഷേപ്പിലിരിക്കുന്ന സാധനത്തിലോട്ട് നമ്മളൊരു വെഡ്ജിനെ പോലത്തെ ഗ്രൂവ് ഉണ്ടാക്കി വയ്ക്കുന്നതാണ് സ്ക്രൂ എന്ന് പറയുന്നത്. സ്ക്രൂവിൽ ഇങ്ങനെ ത്രെഡ് ഉണ്ട്. അപ്പോൾ ത്രെഡിനകത്ത് ഒരു പോയിന്റ് തൊട്ട് കറങ്ങി മറ്റൊരു പോയിന്റ് വരെ എത്തുന്ന ദൂരമാണ് ലെങ്ത് ഓഫ് 1 ത്രെഡ് എന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞ പ്ലെയിനിൻ്റെ ഈ ദൂരം L. ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ദൂരത്തിനെയാണ് ഈ ദൂരം എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് പിച്ച് ഓഫ് ദ സ്ക്രൂ എന്ന് വിളിക്കുന്നത്, P. അല്ലെങ്കിൽ ഇവിടെ H എന്ന് പറഞ്ഞാൽ H എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിച്ചു വെച്ചു. എങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ പറയും വലിയ വാല്യൂ ഏത് ഇതിനകത്ത്? L ബൈ ചെറിയ വാല്യൂ ഏത്? P. അപ്പോൾ L/P അല്ലെങ്കിൽ ലെങ്ത് ഓഫ് 1 ത്രെഡ് ബൈ പിച്ചാണ് സംഭവം. ഇവിടുത്തെ ട്വിസ്റ്റ് ഒന്നേ ഉള്ളൂ. ചോദ്യത്തിൽ ഈ ലെങ്ത് തരും, പക്ഷെ പിച്ച് നേരെ തരത്തില്ല. പിച്ച് കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ. ദൂരം ബൈ ഇവിടെ എത്ര ത്രെഡ് ഉണ്ട്, ദൂരം ബൈ ഇവിടെ എത്ര ത്രെഡ് ഉണ്ട്, ആ വാല്യൂ എടുത്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിച്ച് കിട്ടും. ചോദ്യമുണ്ട്, നമുക്കത് ചെയ്ത് നോക്കാം. ഇത്രയും പഠിക്കുമ്പോൾ ഈ ചാപ്റ്റർ തീരും. അപ്പോൾ നമുക്ക് ഇനി ഇതുവരെ വന്ന ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ വീൽ ആൻഡ് ആക്സിൽ സിസ്റ്റം ഈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് എ ലോഡ് ഓഫ് 500 kilogram. If the radius of the wheel is 0.8 meter and the radius of the axle is 0.2 meter, what is the force required to lift the load എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടുത്തെ ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേറൊരു വില്ലം കൂടെ ഇവിടെ വരുന്നുണ്ട്, യൂണിറ്റ് എന്ന് പറയുന്ന വില്ലം. അപ്പോൾ ഇവിടെ എ വീൽ ആൻഡ് ആൻ ആക്സിൽ സിസ്റ്റം ഈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് എ ലോഡ് ഓഫ് 500 Newton. അപ്പോൾ ലോഡ് ഈസ് ഈക്വൽ ടു, നിങ്ങൾ എത്രയെന്ന് എടുത്ത് എഴുതും? 500 kilogram എന്ന് എടുക്കും. പക്ഷേ നിങ്ങൾക്കറിയാം, ലോഡായാലും എഫർട്ടായാലും അത് ഫോഴ്സാണ്. കിലോഗ്രാം എന്ന് പറയുന്ന വെയിറ്റിൻ്റെ യൂണിറ്റ്. പക്ഷെ കിലോഗ്രാം വെയിറ്റ് എന്ന് ഒരുമിച്ച് എഴുതിയാൽ അത് ഫോഴ്സാണ്, മറന്നുകൊണ്ട. കിലോഗ്രാം എന്നെടുത്താൽ അത് എന്താണ്? അത് മാസാണ്. അപ്പം അതിനെ നമ്മൾ ഫോഴ്സിലോട്ട് മാറ്റാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 500 × 9.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത്രയും ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് അവിടുത്തെ കിലോഗ്രാം വെയിറ്റ് എന്നോ ന്യൂട്ടൺ എന്നോ ഇവിടെ നമുക്ക് പറയാം, കിലോഗ്രാം വെയിറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് നമ്മൾ മാറ്റാനായിട്ട് മറന്നു പോകരുത്, പോയാൽ പണി കിട്ടും. ഉത്തരം തെറ്റും. ഇനി എന്തൊക്കെ തന്നിട്ടുണ്ട്? റേഡിയസ് ഓഫ് ദ വീൽ ഇനിയിപ്പോൾ ക്യാപിറ്റൽ R എന്ന് എടുത്ത് എഴുതാൻ അറിഞ്ഞൂടെങ്കിൽ അതൊരു വലിയ സംഖ്യയാണെന്നുള്ള ബോധമുണ്ടോ? റേഡിയസ് ഓഫ് ദ ആക്സിൽ എന്ന് പറയുന്നത് സ്മോൾ r എന്ന് എടുത്താൽ ഈവൻ അറിഞ്ഞൂടെങ്കിൽ പോലും അതൊരു ചെറിയ സംഖ്യയാണെന്നറിയാവോ? അറിയാം, നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ അത് വലിയ സംഖ്യ ബൈ ചെറിയ സംഖ്യ എന്നാണ്. അതായത് 0.8 ബൈ 0.2 ആണ് ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. 0.8 ബൈ 0.2 എന്ന് വെച്ചാൽ അത് 4ന് തുല്യമാണ്. പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്താണ്? വാട്ട് ഈസ് ദ ഫോഴ്സ് റിക്വയേർഡ് ടു ലിഫ്റ്റ് ദ ലോഡ് എന്ന് പറയുമ്പോൾ അതെന്താണ്? എഫേർട്ടാണ് കണ്ടുപിടിക്കാനുള്ളത്, അല്ലേ? കാരണം എന്താ? ലിഫ്റ്റ് ചെയ്യേണ്ട ആരാ? നമ്മളല്ലേ. വാട്ട് ഈസ് ദ ഫോഴ്സ് റിക്വയേർഡ് ടു ലിഫ്റ്റ് ദ ലോഡ്? ലോഡിനെ ലിഫ്റ്റ് ചെയ്യുന്നത് എഫേർട്ട്. അത് വെച്ചിട്ടെങ്കിലും അത് എഫേർട്ടാണെന്ന് മനസ്സിലാക്കണം. പക്ഷെ നമുക്കറിയാം ലോഡ് ബൈ എഫേർട്ട് എന്ന് പറയുന്നതാണല്ലോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. പക്ഷെ ഇവിടെ കണ്ടുപിടിക്കാനുള്ള എഫേർട്ട് അല്ലേ. അപ്പോൾ ലോഡ് നമുക്ക് തിരിച്ചാക്കണ്ടേ? അപ്പോൾ റെസിപ്രോക്കൽ എടുത്തൂടെ? അപ്പോൾ എഫേർട്ട് ബൈ ലോഡ് ഈസ് ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അപ്പോൾ 1 ബൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. അത് മാറിപ്പോകരുത്, ബേസിക് മാത്സ് ആണ്. അപ്പോൾ അതിൽ നിന്നും എഫേർട്ട് എന്ന് വെച്ചാൽ എന്താണ്? ലോഡ് ഇൻറ്റു അല്ലെങ്കിൽ ലോഡ് ബൈ എന്താണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇവിടെ എഫേർട്ട് ഇസ് ഈക്വൽ ടു ലോഡ് എത്ര? 500 × 9.8 ബൈ അഡ്വാൻറ്റേജ് എത്രയാണ്? 4. സോ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എഫേർട്ട് എന്ന് പറയുന്നത് 1.225 ന്യൂട്ടൺ എന്ന് കിട്ടും. 2.25 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ കിലോഗ്രാം വെയിറ്റിന് വരെ നിങ്ങൾക്ക് എന്തെടുക്കാം? ന്യൂട്ടൺ എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. ഓക്കെ ശരി. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വില്ലൻ എന്ന് പറയുന്നത് യൂണിറ്റുകൾ ആദ്യമേ ഒന്ന് ശ്രദ്ധിക്കാൻ പഠിച്ചോളണം, അല്ലെങ്കിൽ പണി കിട്ടും. അടുത്ത ചോദ്യം, എ ഫോഴ്സ് ഓഫ് 100 Newton is required to push a load up an inclined plane of length 5 meter and a height 3 meter. Calculate the mechanical advantage of the plane. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? 100 Newton എന്ന് പറയുന്ന ഫോഴ്സ് വേണം എന്തിന്? ലോഡിനെ പുഷ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? എഫേർട്ടാണ് തന്നിട്ടുള്ളത്. എത്രയാണത്? 100 Newton. ആവശ്യമുണ്ടോ വേണ്ടത് പിന്നെ നോക്കാം. ആദ്യം തന്നിട്ടുള്ള എടുത്ത് എഴുതുക.
ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ലെങ്ത് അത് എൽ അല്ലേ, എത്രയാണ്? 5 മീറ്റർ. ഹൈറ്റ് തന്നിട്ടുണ്ട് h അല്ലേ, എത്രയാണ്? 3 മീറ്റർ. ചോദിച്ചിട്ടുള്ളത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അല്ലേ? ആണ്. പക്ഷെ അതിന് നമുക്ക് ഇത് വേണ്ട. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ വലിയ സംഖ്യ ബൈ ചെറിയ സംഖ്യ അഥവാ 5/3 ആണ്. 5/3 ചെയ്യുമ്പോൾ നമുക്ക് 1.67 എന്ന് കിട്ടും. അവിടെ നമുക്ക് എന്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഇവിടുന്ന് ലോഡ് കണ്ടുപിടിക്കാൻ ചോദിച്ചെങ്കിൽ നമ്മൾ തൊട്ട് ഉന്നത ചോദ്യം ചെയ്ത പോലെ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇവിടെ നമ്മൾ യൂണിറ്റ് മാറ്റാത്തതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം, ന്യൂട്ടന് തന്നെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ലോഡിൻ്റെ കേസിലായിരിക്കും നമുക്ക് വ്യത്യാസം വരുന്നത്. ആ വ്യത്യാസം അടുത്ത ചോദ്യം നോക്കുമ്പോൾ പറഞ്ഞത്. ഇവിടുത്തെ ചോദ്യം നോക്കി 17ാമത്തെ ചോദ്യം എന്താണ് ചോദിച്ചിട്ടുള്ളത്? ദ ഇമേജ് ഷോസ് എ നെയിൽ ബീങ് പുൾഡ് ഔട്ട് യൂസിങ് എ നെയിൽ പുള്ളർ. അപ്പോൾ നെയിൽ പുള്ളർ എന്ത് ഓർഡർ ലിവർ? വിച്ച് ടൈപ്പ് ഓഫ് ലിവർ ഈസ് എ നെയിൽ പുള്ളർ? വൈ? അപ്പോൾ നോക്കാം, ഇതാണ് നമുക്ക് എടുക്കേണ്ട സാധനം. അതിനെ ലോഡ് എന്ന് വിളിക്കാം. ഓക്കെ, ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ് ഇതാണ്, ഇതിനെ ഫൽക്രം എന്ന് വിളിക്കാം. നമ്മൾ കൊടുക്കുന്ന ബലത്തിന് നമുക്ക് എഫേർട്ട് എന്ന് വിളിക്കാം. അപ്പോൾ ഫൽക്രം നടുക്ക് വന്നാൽ അതാണ് എന്ത്? ഫസ്റ്റ് ഓർഡർ ലിവർ. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഓർഡർ ലിവർ ആണ്, ബിക്കോസ് ഫൽക്രം ഈസ് ഇൻ ദ മിഡിൽ. ഫൽക്രം ഈസ് ഇൻ ദ മിഡിൽ. ചോദ്യം, എ ഫോഴ്സ് ഓഫ് 50 ന്യൂട്ടൺ ഹാസ് ടു ബി അപ്ലൈഡ് ടു പുൾ ഔട്ട് ദ നെയിൽ. അപ്പോൾ നമ്മൾ നെയിലിനെ പുൾ ഔട്ട് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട ബലം എന്ന് പറയുന്നത് 50 ന്യൂട്ടൺ. അപ്പോൾ എഫേർട്ടാണ് 50 ന്യൂട്ടൺ. ഇഫ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദ നെയിൽ പുള്ളർ ഈസ് 5. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണെങ്കിൽ വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ നെയിൽ? അതായത് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ നെയിൽ എന്ന് പറയുമ്പോൾ ലോഡാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം എന്താണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോഡ് ബൈ എഫേർട്ട്. അപ്പോൾ അതിൽ നിന്നും ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിൽ നിന്നും ലോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻറ്റു എഫേർട്ട്. അപ്പോൾ ലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 5 ഇൻറ്റു എഫേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50. സോ നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് 5 × 25 250 യൂണിറ്റ്. ഓക്കെ, ഈ രീതിയിൽ ചെയ്യണം. അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യം. എന്താ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, എ മെറ്റൽ റോഡ് 1 meter long act as a first order lever. An effort of 150 gram weight is acting on one end, balances a load of 350 gram weight on the other end. Find the length of the effort arm and load arm എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു റോഡുണ്ട്, അതിൽ ഒരു വശത്ത് 350 ഗ്രാം വെയിറ്റ് സാധനം ആണ് ഇവിടുത്തെ ലോഡ് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് 150 ഗ്രാം വെയിറ്റ് ആണ്. നടുക്ക് ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞതുകൊണ്ട് നടുക്ക് എവിടെയോ ഒരു ഫൽക്രമുണ്ട്. ഈ ദൂരം എന്ന് പറയുന്നതാണ് ലോഡ് ആം, ഈ ദൂരം എന്ന് പറയുന്നതാണ് എന്ത്? എഫേർട്ട് ആം. ഇത് വെച്ചിട്ട് ലോഡ് ആം എഫേർട്ട് ആം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ലിവർ അനുസരിച്ച് ഒരു കാര്യം അറിയും. എന്താണ് ഇത് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കില്ല? ഇത് ഇത്ര എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലോഡ് ആം എഫേർട്ട് ആം നടുക്ക് ഫൽക്രം നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് പഠിച്ചതാണ് അല്ലേ. ലോഡ് ഇൻറ്റു ലോഡ് ആം എന്ന് പറയുന്നത് എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആമിന് തുല്യമാണ്. അപ്പോൾ നമുക്കിവിടെ ലോഡ് ആമും തന്നിട്ടുണ്ട്, എഫേർട്ട് ആമും തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. മെറ്റൽ റോഡിൻ്റെ മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്ററാണ്. അതായത് ഇത്രയും ദൂരം എന്ന് പറയുന്നത് 1 മീറ്ററാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു അസംഷൻ എടുക്കേണ്ടത്. അതായത് ലോഡ് ആം എന്ന് പറയുന്നത് തൽക്കാലം നമ്മൾ എക്സ് ആയിട്ട് എടുത്താൽ എഫേർട്ട് ആം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? അത് തിരിച്ചു വരാം അല്ലേ, ഇപ്പുറത്ത് നമുക്ക് ഇവിടെ അല്ലേ എഫേർട്ട് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കാം. ഓക്കെ, ഇത് എഫേർട്ട് ആം എന്ന് പറയുന്നത് തൽക്കാലം നമ്മൾ എക്സ് ആയിട്ട് എടുത്താൽ ലോഡ് ആം എന്ന് പറയുന്നത് എന്തായിരിക്കും? മീറ്ററാണ്. അപ്പോൾ നമ്മൾ 1 - x എടുക്കുന്നതിനേക്കാളും നല്ലത് മീറ്റർ നമുക്ക് എന്തിലോട്ട് മാറ്റാം? സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാം. അപ്പോൾ 100. അപ്പോൾ 100 - x തുല്യം ആയിരിക്കും. 100 - x തുല്യമായിരിക്കും. ഇവിടെ ശ്രദ്ധിച്ചേ, ഗ്രാം വെയിറ്റ്. അപ്പോൾ ചോദ്യത്തിൽ നമുക്ക് നോർമലി ഗ്രാം വെയിറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മളതിനെ 9.8 കൊണ്ടോ 10 കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂട്ടണിലോട്ട് മാറ്റണമെന്നാണ്. പക്ഷെ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സത്യത്തിൽ എന്തല്ല, ഇതല്ല. അപ്പോൾ കണ്ടുപിടിക്കാനുള്ള ആള് ലോഡോ എഫോർട്ടോ അല്ലെങ്കിൽ അവരുടെ യൂണിറ്റ് തൽക്കാലം നിങ്ങൾ, കാരണം 2 തന്നിക്കുന്ന ഒരേ യൂണിറ്റ് അല്ലേ, 2 ഒരേ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരാളെ ഒന്നും അല്ലല്ലോ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിവിടെ SI യൂണിറ്റിലോട്ട് ഇതിന് മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ 1 മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റുന്നതാണ് ലാഭം. ചെയ്യുമ്പോഴും കുറച്ചുകൂടി എളുപ്പം. അല്ലെങ്കിൽ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 - x എന്ന് പറയുമ്പോൾ പോയിന്റ് വാല്യൂയിലോട്ട് സംഖ്യ പോകും. അതിനേക്കാൾ എളുപ്പം ഇതല്ലേ. സോ അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഫോർമുല ഒന്ന് എടുക്കാം, തിരിച്ചെഴുതാം അല്ലേ. എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം
എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ഇസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ലോഡ് ആം എന്ന് എടുക്കാം. അങ്ങോട്ട് തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എഫേർട്ട് ആകുമ്പോൾ എക്സ് എടുത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ആക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ എഫേർട്ട് എത്രയാണ്? എഫേർട്ട് 150 ഇൻറ്റു എഫേർട്ട് ആമിന് നമ്മൾ എക്സ് എന്ന് വിളിച്ചു. ലോഡ് എത്രയാണ്? 350. ലോഡ് ആം എത്രയാണ്? 100 മൈനസ് എക്സ്. സിംപ്ലിഫൈ ചെയ്യുക. 150 ഇൻറ്റു എക്സ് 150x. 350 ഇൻറ്റു 100 350 പിന്നെ 20 ബൈ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആണല്ലോ. അപ്പോൾ എന്ത് വരും? 350x എന്ന് വരും. മൈനസ് 350xന് അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 150x പ്ലസ് 350x ഇസ് ഈക്വൽ ടു 35000. 150 പ്ലസ് 350 500. 500x ഇസ് ഈക്വൽ ടു 35000. ഇതിൽ നിന്നും എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 35000 ഡിവൈഡഡ് ബൈ 500. 0 വെട്ടിപ്പോയി. എക്സ് ഇസ് ഈക്വൽ ടു 70 എന്ന് വരും. 70. അപ്പോൾ എഫേർട്ട് ആം എന്ന് പറയുന്നത് 70, ലോഡ് ആം എന്ന് പറയുന്നത് 100 മൈനസ് 70 30 എന്നും കിട്ടും. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ നിങ്ങൾ എടുത്ത് എഴുതണം. ഓക്കെ, എഫേർട്ട് ആം ഈസ് ഈക്വൽ ടു 70. ലോഡ് ആം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? 100 എന്നതിൽ നിന്നും 70 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 30 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും? സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ ചെയ്യേണ്ടത്. അടുത്ത് പറഞ്ഞ 17ാമത്തെ ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ഹൗ യു ക്യാൻ പ്രൂവ് ദാറ്റ് എ സ്ക്രൂ ഈസ് സിമിലർ ടു എൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. എന്ത് ചെയ്യുക? ഒരു വെഡ്ജ് ഷേപ്പ് കട്ട് ചെയ്യുക, അതിൻ്റെ ഇവിടെ കളർ ചെയ്യുക, ഒരു പെൻസിലിന് ചുറ്റും അതിന് ചുറ്റി വയ്ക്കുക. ചുറ്റി വയ്ക്കുന്ന സമയത്ത് ഒരേ പോയിന്റ് അത് 2 പോയിന്റ് മാർക്ക് ചെയ്ത് അതിനടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു വെഡ്ജിൻ്റെ ഷേപ്പിലായിരിക്കും. അതിൽ ഈ ഭാഗം എന്ന് പറയുന്നതാണ് പിച്ച് അല്ലെങ്കിൽ ഹെച്ച്. ഈ ഭാഗം എന്ന് പറയായിരിക്കും ലെങ്ത് ഓഫ് 1 ത്രെഡ്. ഇതങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അടുത്ത 4ാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അസോസിയേറ്റഡ് വിത്ത് വീൽ ആൻഡ് ആക്സിൽ മെക്കാനിസം. വീലും ആക്സിലും അറിയാമല്ലോ, ഒരു വലിയ വീല് അതുമായിട്ട് ടച്ച് ചെയ്തിട്ട് ഒരു ചെറിയ വീല് രണ്ടിനെയും പരസ്പരം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒന്നിനേക്കാളും കൂടുതലായിരിക്കും. കാരണം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നിങ്ങൾക്കറിയാം, വലിയ റേഡിയസ് ക്യാപിറ്റൽ ആർ ബൈ ചെറിയ റേഡിയസ്. അപ്പോൾ വലുത് ബൈ ചെറുത് ഒന്നിനേക്കാളും കൂടുതൽ. വർക്ക് ഡൺ ബൈ ദ എഫേർട്ട് ആൻഡ് വർക്ക് ഡൺ ബൈ ദ ലോഡ് ആർ ഈക്വൽ. വർക്ക് ഡൺ ബൈ ദ എഫേർട്ടും വർക്ക് ഡൺ ബൈ ദ ലോഡും ഈക്വൽ ആണ്. ശരിയാണ്. ദർ ഇസ് നോ വർക്ക് ഗെയിൻ ആയതുകൊണ്ട് ശരിയാണ്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ എല്ലാ കുട്ടിക്കും ഡൗട്ട് തോന്നും, ഇല്ലല്ലോ എഫേർട്ട് ചെയ്ത് കൂടുതലില്ല. അങ്ങനെയൊന്നുമില്ല. വർക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും വരും. അപ്പോഴത്തേക്ക് അത് തുല്യമായിട്ട് മാറും. എഫേർട്ട് ആം ഈസ് ഷോർട്ടർ ദാൻ ലോഡ് ആണോ? എഫേർട്ട് ആമെന്ന് വെച്ചാൽ എന്താണ്? ഈ ദൂരമാണ്. ലോഡ് ആമെന്ന് വെച്ചാൽ എന്താണ്? ഈ ദൂരം. പക്ഷെ തിരിച്ചാണോ? അല്ല. അപ്പോൾ ഇത് തെറ്റാണ്. റേഡിയസ് ഓഫ് ദ വീൽ ഈസ് ലാർജർ. വീല് വലുതും ആക്സിൽ ചെറുതുമാണ്. ശരിയാണ്. അപ്പോൾ 1, 2, 4 ആണ് ശരി. അപ്പോൾ 1, 2, 4 വരുന്ന ബി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 18ാമത്തെ ചോദ്യം. A 1200 kilogram weight load is lifted to the top of a 3 meter high building using 9 meter long inclined plane. How much force is required to lift this load along the inclined plane? Prove that there is no gain in work using the inclined plane during the process. നോക്കാം. 1200 കിലോഗ്രാം വെയിറ്റ് ഉള്ളതാണ് ലോഡ്. അപ്പോൾ ലോഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1200 കിലോഗ്രാം വെയിറ്റ്. അടുത്ത് ലിഫ്റ്റ് ടോപ്പ് ഓഫ് എ 3 meter ഹൈ ബിൽഡിംഗ്. ഹൈ എന്ന് പറയുമ്പോൾ ഹെച്ച് അല്ലേ? ഹെച്ച് വന്നിട്ടുണ്ട്. എത്രയാണ്? 3 മീറ്റർ. ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ലെങ്ത് എൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എത്രയാണ്? 9 മീറ്റർ ആണ്. ചോദിച്ചിട്ടുള്ളത് ഹൗ മച്ച് ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു ലിഫ്റ്റ്. ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു ലിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫേർട്ട് കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇവിടെ ഇത് മീറ്ററിൽ കിടപ്പുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ലോഡ് കിടക്കുന്നത് കിലോഗ്രാം വെയിറ്റിലാണ്. കിലോഗ്രാം വെയിറ്റും ഫോഴ്സിൻ്റെ യൂണിറ്റ് തന്നെ ആണെങ്കിലും SI യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂട്ടൺ. അപ്പോൾ കിലോഗ്രാം വെയിറ്റിന് ന്യൂട്ടൺ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇൻറ്റു 9.8 ആണ് സാധാരണ ചെയ്യേണ്ടത്. പ്രോബ്ലത്തിൽ 9.8 എടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 10 എടുത്ത് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 10 എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുത്തെ ലോഡ് എന്ന് പറയുന്നത് 1.220 എന്നുള്ളത് 30 ന്യൂട്ടണായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറ് മുമ്പത്തെ ചോദ്യത്തിൽ ചെയ്തില്ലല്ലോ. മുമ്പത്തെ ചോദ്യത്തിൽ ലോഡും എഫേർട്ടും നമ്മളതിൽ ഉണ്ടായിരുന്നു, രണ്ടും ഒരേ യൂണിറ്റാണ്. പക്ഷേ ഇവിടെ ലോഡ് കിലോഗ്രാം വെയിറ്റിലും എന്നാൽ ഹൈറ്റ് മൊത്തം കിടക്കുന്നത് അവിടെ നമ്മൾ മീറ്ററിൽ കിടന്നതിന് സെൻറ്റിമീറ്ററോട്ട് മാറ്റിയായിരുന്നു. പക്ഷേ ഇവിടെ രണ്ടിടത്തും മീറ്റർ ഉണ്ട്. അപ്പോൾ ഇതിനെ ഇനി മാറ്റുന്നത് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ മെനക്കേടാണ്. അപ്പോൾ പിന്നെ ഏക വഴി എന്താണ്? കിലോഗ്രാം വെയിറ്റിന് എന്തിട്ട് വേണം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ന്യൂട്ടണിലോട്ട് മാറ്റിയിട്ട് വേണം ഇങ്ങനത്തെ ചോദ്യം ചെയ്യാൻ. അപ്പോൾ നമ്മുടെ റൂൾ ഇത്രയേ ഉള്ളൂ. ലോഡും എഫേർട്ടിൻ്റെയും രണ്ടും തന്നിട്ടുള്ള ചോദ്യമാണെങ്കിൽ
അവിടെ രണ്ടും മിക്കവാറും ന്യൂട്ടന് തരും. കിലോഗ്രാം വെയിറ്റ് തന്നാലും രണ്ടും കിലോഗ്രാം വെയിറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രാം വെയിറ്റിലാണെങ്കിൽ നമ്മൾ അതിനെ അങ്ങനെ തന്നെ ഇട്ടോ. കണ്ടുപിടിക്കുള്ളപ്പോൾ എന്തായിരിക്കും? ഈ ഹൈറ്റിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അല്ലെങ്കിൽ ലെങ്ത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അതിനെ മീറ്ററിൽ നിന്ന് എന്തിലോട്ട് മാറ്റിയാൽ മതി? സെൻറ്റിമീറ്ററിലോട്ട് മാറ്റിയാൽ മതി. 100 കൊണ്ട് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ വന്നെ മാറ്റണം. അപ്പം ഇത്രയേ ഉള്ളൂ ലോഡ് സംഭവം. കിലോഗ്രാം വെയിറ്റിനെ ന്യൂട്ടണിലോട്ട് മാറ്റാനായിട്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നാണ്. പക്ഷേ നമുക്ക് അവിടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് 10 ആക്കി എടുക്കാം. 9.8 വേണ്ട, 10 മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കാൻ പറ്റും. അത് മറന്നു പോകരുത്, ശ്രദ്ധിച്ചോണം. അപ്പോൾ ലോഡ് എഫേർട്ടും ഉണ്ടെങ്കിൽ രണ്ടും ഒരേ യൂണിറ്റ് ആണെങ്കിൽ അവ മരത്തോടുണ്ട. ഇവിടെ ഒരെണ്ണം കണ്ടുപിടിക്കണം, 2 ന്യൂട്ടണിലല്ല. അപ്പോൾ നമ്മൾ എന്തിട്ട് കിലോഗ്രാം വെയിറ്റിലോട്ട് മാറ്റണം. ഒന്നാമത് ചെയ്യുന്ന ചോദ്യത്തിൽ ശ്രദ്ധിച്ചായിരുന്നു, നിങ്ങൾക്ക് അവിടെ കിലോഗ്രാം വെയിറ്റല്ല വെറും കിലോഗ്രാമാണ് തന്നത്. അപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഇതിലോട്ട് ന്യൂട്ടണിലോട്ട് മാറ്റണം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ലോഡ് എഫേർട്ട് ഹൈറ്റ് കിട്ടി. കണ്ടുപിടികൾ എന്താണ്? ഹൗ മച്ച് ഈസ് ദ എഫേർട്ട്. അപ്പോൾ എഫേർട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് ലോഡ് ബൈ എഫേർട്ട് അല്ലേ? എന്താണ്? വലിയ സംഖ്യ ബൈ ചെറിയ സംഖ്യ. 9/3. ഓക്കെ, 9/3, 1 3 2 3 6 3 3 9. അപ്പോൾ 3 ആണ് എന്ത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോഡ് ബൈ എഫേർട്ടിന് തുല്യമാണ്. എഫേർട്ടാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? അത് ഇങ്ങനെ തിരിച്ചെഴുതണം അല്ലേ? അപ്പോൾ തിരിച്ചെഴുതുമ്പോഴത്തേക്ക് എന്താവും? എഫേർട്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എഫേർട്ട് ഇസ് ഈക്വൽ ടു ലോഡ് ബൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അപ്പോൾ എഫേർട്ട് എന്ന് പറയുന്നത് ലോഡ് എത്രയാണ്? 1 2 1 2 3 0 ബൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ് അല്ലേ? 1 3 3 2 3 6 3 3 9 4 പ്രാവശ്യം 12. അപ്പം 4 3 0 4000 ന്യൂട്ടൺ. 4000 ന്യൂട്ടൺ എന്ന് വരും. എന്താ വരും? 4000 ന്യൂട്ടൺ എന്ന് വരും. അപ്പോൾ എ പാർട്ടിൻ്റെ ഉത്തരം 4000 ന്യൂട്ടൺ കിട്ടി. അടുത്ത് പ്രൂവ് ദാറ്റ് ദെയർ ഇസ് നോ ഗെയിൻ ഇൻ വർക്ക്. അപ്പോൾ നമുക്കറിയാം ഗെയിൻ ഇൻ വർക്കിൻ്റെ കേസ് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? വർക്ക് ഡൺ ബൈ ദ എഫേർട്ട് വിൽ ബി ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ ലോഡ്. വർക്ക് ഡൺ ബൈ ദ എഫേർട്ട് എന്ന് വെച്ചാൽ എന്താണ്? എഫേർട്ട് ഇൻറ്റു ഈ പറയുന്ന ഡിസ്റ്റൻസ്. എഫേർട്ട് പോയ ഡിസ്റ്റൻസ് എന്താണ്? എഫേർട്ട് ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോഴേ ഇതല്ലേ എഫേർട്ട്, ഇതല്ലേ എഫേർട്ടിൻ്റെ ദൂരം, അതിനെല്ലാം നല്ല വിളിക്കുന്നത്. അപ്പോൾ ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു ലോഡ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ലോഡ് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ലോഡ് ഇങ്ങോട്ട് ഇരുന്നോട്ട് ഇവിടെ വരച്ചാലും കുഴപ്പമില്ല. ഈ ദൂരം എന്താണ്? എച്ച്. അപ്പോൾ ലോഡ് ഇൻറ്റു ലോഡ് പോയ ദൂരമാണ് എച്ച്. അപ്പോൾ നമുക്ക് നോക്കാം എഫേർട്ട് എത്രയാണ് ഇവിടെ? എഫേർട്ട് 4000 ഇൻറ്റു ലോഡ് എത്രയാണ്? ലെങ്ത് എത്രയാണ്? ലെങ്ത് 9 ഇസ് ഈക്വൽ ടു ലോഡ് എത്രയാണ്? 1 2 3 0 ഉണ്ട് ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 3. അപ്പം 4 1 9 9 2 9 18 എത്ര? 4 പ്രാവശ്യം 36 അല്ലേ? 36 3 0. ഇവിടെയും 12 ഇൻറ്റു 3 എത്രയാണ്? 36 3 0. സോ രണ്ടിടത്തും വർക്ക് തുല്യമാണ്. സോ നമ്മളത് ന്യൂമറിക്കലി എന്ത് ചെയ്തു? പ്രൂവ് ചെയ്ത് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരവെന്ന് പറയുന്നു. അടുത്ത ചോദ്യം, സ്ക്രൂ ജാക്ക് ആർ യൂസ്ഡ് ടു ലിഫ്റ്റ് ഒബ്ജക്റ്റ് ഈസിലി. നമ്മൾ ഒബ്ജക്റ്റിനെ ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സ്ക്രൂ ജാക്ക് എന്ന് പറയും. 30 centimeter length of the threaded region of the screw contains 15 thread. Length of each thread is 10 centimeter. അപ്പോൾ ലെങ്ത് ഓഫ് ത്രെഡ് തന്നിട്ടുണ്ട് 10 centimeter. ടോട്ടൽ ത്രെഡഡ് ഏരിയ. ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആ സംഭവം എന്ന് വിചാരിക്കും. 30 centimeter ലെങ്ത് ഓഫ് ത്രെഡഡ് റീജിയൻ. അപ്പോൾ ത്രെഡ് ചെയ്തിട്ടുള്ള റീജിയൻ്റെ മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് 30 centimeter. ഈ 30 centimeterനകത്ത് എത്രയുണ്ട്? 15 ത്രെഡുകളാണ് ഉള്ളത്. ഇതുപോലത്തെ 15 ത്രെഡുകളാണ് ഉള്ളത്. ഒരു ത്രെഡിൻ്റെ ലെങ്ത് 10 centimeter. അപ്പോൾ ഒരു ത്രെഡിൻ്റെ ലെങ്തിനല്ലേ നമ്മൾ എന്ന് പറയുന്നത്? അത് എത്രയാണ്? 10 centimeter. ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ പിച്ച് ഓഫ് ദ സ്ക്രൂ. അപ്പോൾ പിച്ച് കണ്ടുപിടിക്കണം. പിച്ചിന് നമ്മൾ H എന്നാണ് ഡിസ്ട്രിബ്യൂട്ട് തന്നിട്ടുള്ളതെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതാം. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ ലെങ്തിൽ എത്ര എണ്ണം ഉണ്ട്? അപ്പോൾ ഒന്നിലുള്ളത് കിട്ടുമല്ലോ. അപ്പോൾ 30/15 2 ഇവിടുത്തെ പിച്ച് എന്ന് പറയുന്നത്. ടോട്ടൽ ത്രെഡഡ് റീജിയനെ നമ്പർ ഓഫ് ത്രെഡ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് പിച്ച് കിട്ടും. അടുത്ത മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കണം. ത്രെഡഡ് സ്ക്രൂവിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഈ ലെങ്ത് ബൈ ഈ പിച്ച് 10/2 ഈസ് ഈക്വൽ ടു 5 ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെറ്റസ് അസസ് ഭാഗത്തെ ചോദ്യമൊക്കെ ഞാൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു.
അതിൻ്റെ വീഡിയോയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ യൂണിറ്റൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സസ് കൂടി ഒന്ന് ലാസ്റ്റ് നിമിഷം സമയം ഉണ്ടെങ്കിൽ കാണുക. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം. ദ ഡയമീറ്റർ ഓഫ് എ പുള്ളി ഈസ് 10 സെൻറ്റിമീറ്റർ. ഒരു പുള്ളിയുണ്ട്, ഒരു പുള്ളിയല്ല, ഇത് വേറെ എന്തോ ഇല്ല, ഒരു പുള്ളിയുണ്ട്. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ ഫിക്സഡ് പുള്ളി. ഇത് ഫിക്സഡ് പുള്ളിയാണ്. അപ്പോൾ നടുക്കാണ് ഫൽക്രം, ഇവിടെ ആയിരിക്കും എഫേർട്ട്, ഇവിടെ ആയിരിക്കും ലോഡ്. വാട്ട് വിൽ ബി ഇറ്റ്സ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? അത് നമ്മളിതൊന്നും ആവശ്യമില്ല. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ ഫിക്സഡ് പുള്ളി ഈസ് സിമിലർ ടു ഓഫ് എ ഫസ്റ്റ് ഓർഡർ ലിവർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അത് അല്ലാതെ തന്നെ കണ്ടുപിടിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മൂവബിൾ പുള്ളി. വാട്ട് വിൽ ബി ഇറ്റ്സ് ലോഡ് ആം, വാട്ട് വിൽ ബി ഇറ്റ്സ് എഫേർട്ട് ആം. ഇതിനെ മൂവബിൾ പുള്ളിയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം കളി മാറും. മൂവബിൾ പുള്ളിയായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇവിടെയാണ് ഫൽക്രം വരുന്നത്, ഇവിടെയാണ് ലോഡ് വരുന്നത്, ഇവിടെയാണ് എഫേർട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ലോഡ് ആമെന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് ലോഡ് ഇൻറ്റു എഫേർട്ട്. 10 മൊത്തം പകുതി 5. അപ്പോൾ ലോഡ് ആമെന്ന് പറയുന്നത് എത്രയായിരിക്കും? എന്താ ഇത്രയും ദൂരമായിരിക്കും. അത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. എഫേർട്ട് ആമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? എഫേർട്ട് ഇൻറ്റു ഫൽക്രം. ഇത് എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരവെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ടു ലിഫ്റ്റ് വെർട്ടിക്കലി ആൻഡ് ഒബ്ജക്റ്റ് ഹാവിംഗ് വെയിറ്റ് ഓഫ് 400 ന്യൂട്ടൺ ടു എ പൊസിഷൻ എ. അതായത് ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ വർക്ക് ഡൺ? വർക്ക് കണ്ടുപിടിക്കണം. ടു ലിഫ്റ്റ് വെർട്ടിക്കലി ലിഫ്റ്റ് ചെയ്യണം. എത്രയാണ്? 400 ന്യൂട്ടൺ ഫോഴ്സ് ഉള്ള ഒരു വസ്തുവിനെ വെർട്ടിക്കലി ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത വർക്ക് എത്ര? അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് ഇവിടെ 400, ഡിസ്പ്ലേസ്മെൻറ്റ് 3, 12, 1200 ജൂൾ. കാൽക്കുലേറ്റ് ദ എഫേർട്ട് റിക്വയർഡ് ടു മൂവ് അനദർ ഒബ്ജക്റ്റ് ഓഫ് ദ സെയിം വെയിറ്റ് ഫ്രം ബി ടു എ അലോങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൊണ്ടുപോകാനുള്ള എഫേർട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൊണ്ടുപോകാനുള്ള എഫേർട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ലോഡ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 400 ന്യൂട്ടൺ തന്നെ. ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3 മീറ്റർ ആണ്. കണ്ടുപിടിക്കാനുള്ളത് എഫേർട്ടാണ്. അപ്പോൾ നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിച്ചിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും എളുപ്പം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണ്? വലിയ സംഖ്യ ബൈ ചെറിയ സംഖ്യ. അപ്പോൾ എത്രയാണ്? 2 ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇത് ലോഡ് ബൈ എഫേർട്ടിന് ഈക്വൽ ആയിരിക്കും. കണ്ടുപിടിക്കാനുള്ളത് എഫേർട്ടാണ്. അപ്പോൾ എഫേർട്ട് എന്ന് വെച്ചാൽ അപ്പോൾ എന്തായിരിക്കും? ലോഡ് ബൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അപ്പോൾ ലോഡ് എത്ര? 400 ബൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്ര? 2. അപ്പോൾ 400 ബൈ 2 200 ന്യൂട്ടൺ ആണ് നമ്മളിവിടുത്തെ എഫേർട്ട് എന്ന് പറയുന്നത്. സിമ്പിൾ ചോദ്യം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ ഹൈറ്റ് ഓഫ് എ സ്ക്രൂ ഇൻ എ സ്ക്രൂ ജാക്ക് ഈസ് 30 സെൻറ്റിമീറ്റർ. അപ്പോൾ സ്ക്രൂവിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ. ദർ ആർ 10 ത്രെഡ്സ് ഇൻ ദ സ്ക്രൂ. അതിൽ എത്ര ത്രെഡ് ഉണ്ട്? 10 എണ്ണം ഉണ്ട്. ഒരു ത്രെഡിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു ത്രെഡിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ. ഫസ്റ്റ് ചോദിച്ചിട്ടുള്ള പിച്ച് ഓഫ് ദ സ്ക്രൂ കണ്ടുപിടിക്കണം. അപ്പോൾ പിച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് ടോട്ടൽ ലെങ്ത് തന്നിട്ടുണ്ട് അല്ലേ? ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്ക്രൂ 30 സെൻറ്റിമീറ്റർ. അതിനകത്ത് എത്ര ത്രെഡ് ഉണ്ട്? 10 എണ്ണം ഉണ്ട്. അപ്പോൾ പിച്ച് കണ്ടുപിടിക്കാൻ നമുക്കറിയാം മൊത്തം ലെങ്തിന് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 30/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ് ഇവിടുത്തെ പിച്ച് എന്ന് പറയും. അപ്പോൾ പിച്ച് എത്രയാണ്? 3 ആണ് നമ്മുടെ പിച്ച് എന്ന് പറയും. അടുത്ത് വാട്ട് ഈസ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? അടുത്ത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കണം. അത് നമുക്കറിയാം, ഇത് ബൈ പിച്ച്. അപ്പോൾ എത്രയാണ്? 15/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 കിട്ടി. സി പാർട്ട് ചോദിച്ചിട്ടുള്ളത് ഇഫ് ദ വെഹിക്കിൾ ഓഫ് വെയിറ്റ് 1000 ന്യൂട്ടൺ ഈസ് ലിഫ്റ്റഡ് യൂസിങ് ദ സ്ക്രൂ ജാക്ക് കാൽക്കുലേറ്റ് ദ എഫേർട്ട്. അപ്പോൾ ലോഡാണ് തന്നിട്ടുള്ളത്. ലോഡ് ന്യൂട്ടണിൽ തന്നെ തന്നിട്ടുണ്ട്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. 10,000 ന്യൂട്ടൺ. 10, 100, 10,000. അടുത്ത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് ഓൾറെഡി അറിയാം, 5 ആണ്. കണ്ടുപിടിക്കാനുള്ളത് എഫേർട്ടാണ്. എങ്ങനെ കണ്ടുപിടിക്കും? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലോഡ് ഉണ്ടെങ്കിൽ എഫേർട്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ലോഡ് ബൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. നമ്മൾ കുറേ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞാൻ റീഅറേഞ്ച് ചെയ്യാൻ നിൽക്കാതെ അങ്ങനെ എഴുതുന്നത്. ഓക്കെ, 1, 2, 4/5 എത്ര കിട്ടും? 2000 ന്യൂട്ടൺ ആണ് കിട്ടും. അപ്പോൾ 2000 ന്യൂട്ടൺ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പറയുന്ന ഭാഗത്ത് നിന്ന് ഇതുവരെ നമുക്ക് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും എക്സാം ഈസി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.